ആത്മയുദ്ധത്തിൻ്റെ ആയുധങ്ങൾ എന്ന ആശയമാണ് ഇന്ന് ദൈവവചനത്തിൽ നിന്ന് എടുക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. ആത്മയുദ്ധത്തിൻ്റെ ആയുധങ്ങൾ. പ്രധാനമായിട്ടും ഒരു ആത്മയുദ്ധത്തിൻ്റെ വീരനെ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമ്മുടെ മുമ്പിൽ തരുന്നുണ്ട്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസത്തിൻ്റെ പരിചയം എടുത്തും കൊണ്ട് പോകുക എന്ന ആശയങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരു ആത്മവീരൻ എങ്ങനെയാണ് ആത്മലോകത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് എന്ന ആശയമാണ് ഇവിടെ കാണുന്നത്. എഫേസ്യ ലേഖനം എഴുതുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഈ പ്രത്യേക ഭാഗം എഴുതുന്ന സാഹചര്യം, അപ്പോസ്തലനായ പൗലോസ് റോമൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടവേ എല്ലാ ദിവസവും കാരാഗൃഹത്തിൽ പടയാളികൾ വരികയും റോമൻ പടയാളികൾ കാരാഗൃഹത്തിൻ്റെ മുൻപിലൂടെ നടക്കുകയും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യും. ആ റോമൻ പടൻ്റെ ഓജസ്സും തേജസ്സും കണ്ടുകൊണ്ട് വിശുദ്ധ പൗലോസ് ഇങ്ങനെ ഓർത്തു, എന്നോടുകൂടെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന എൻ്റെ സഹപാഠന്മാരെ ഇവർക്ക് തുല്യമായ യൂണിഫോം എങ്ങനെയാണ് അണിയിക്കേണ്ടത്? സത്യത്തിൽ നിത്യതയിലെ ദൈവം സ്വർഗത്തിൽ ആരംഭിച്ച കാര്യങ്ങളുടെ റിപ്ലിക്കയാണ് ഭൂമിയിൽ നടക്കുന്നത്. അതുകൊണ്ട് റോമൻ ഭരണകൂടത്തിന് ലഭിച്ചത് സ്വർഗീയമായ ചിലതിൻ്റെ റിപ്ലിക്കയാണ്. ആ റിപ്ലിക്കയുടെ കീഴിൽ നിന്നുകൊണ്ട് ഇന്ന് ഒന്ന് അനുസരിച്ച് കൊടുക്കേണ്ടതിനായി, അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടതിനായി എന്തൊക്കെ ആയുധങ്ങൾ അവരെ അണിയിക്കണം എന്ന് പൗലോസിന് തോന്നിക്കൊണ്ട് എടുത്ത ഒന്നാണ് ഇത്. ഇവിടെ പഴയ നിയമത്തിൻ്റെ ഒരു പ്രവചനം ഞാൻ എടുത്തു ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. യൂദായുടെ ലേഖനത്തിൽ ജഡ്ജസ് 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നപ്താലി പോർക്കളമേടുകളിൽ തന്നെ എന്നെഴുതിയിരിക്കുന്നത് കാണാം. ഇസ്രയേലിൻ്റെ ഗോത്രങ്ങളെ എടുത്തുകൊണ്ട് തൻ്റെ പഴയ നിയമ ഭക്തൻ വിളിച്ചു പറയുകയാണ്, സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം. യാക്കോബ് ദൈവജനത്തെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളിൽ പ്രാണനെ ത്യജിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്ന, അതിൻ്റെ അർത്ഥം സെബുലൂൻ ഗോത്രം ഇല്ലാതെ പോയി എന്നല്ല, അതിൻ്റെ അർത്ഥം സെബുലൂൻ ഗോത്രം എല്ലാം ചത്തുകിടക്കുന്നു എന്നല്ല. നോ, അവർക്ക് ജീവനേക്കാൾ വലുത് കർത്താവാണ്. അങ്ങനെ ജീവനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിച്ച ഒരു ജനമാണ് പ്രാണനെ ത്യജിച്ച ജനം. നപ്താലി പോർക്കളമേടുകളിൽ തന്നെ, അവനെന്നും പോർക്കളമേടുകളിൽ നിൽക്കുന്നതാണ്. ഇന്നൊരു ദൈവവൈതലിന് പറയാം, ഞാനും ഒരാത്മയുദ്ധത്തിൻ്റെ മുമ്പിലാണ്. അതെ, ഞാനും ഒരു പോർക്കളത്തിൻ്റെ മുമ്പിലാണ്. ഐ എം എ ക്രിസ്ത്യൻ സോൾജിയർ. ഞാൻ ഒരു കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു പടയാളിയാണ്. ഞാൻ കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന പടയാളിയാണെന്ന് കേൾക്കുന്ന മാത്രയിൽ തന്നെ സാധാരണ പിശാചുക്കൾ അകന്നു മാറും. നിശ്ചയം അവർ ശോധന ചെയ്യും, ഇവൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നവനാണോ എന്ന് ശോധന ചെയ്യും. അതിനുശേഷം മാത്രമേ മാറുകയുള്ളൂ. അങ്ങനെ നിൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. അടുത്തത്, ഒരു ആത്മയുദ്ധത്തിൽ ആർമറീസ് ഓർ ആയുധശാലയും ആർമറികളും ദൈവകരങ്ങളിൽ തരാം. എൻ്റെ കയ്യിൽ ചില ആയുധങ്ങൾ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ അതിനെയാണ് വിശദീകരിക്കുന്നത്. പക്ഷേ അത് വെറും പ്രാഥമിക ആയുധങ്ങൾ മാത്രമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച വരെ എടുത്തപ്പോൾ ആത്മയുദ്ധത്തിൻ്റെ പ്രധാന ആയുധങ്ങളായി ഇവയെയാണ് ചിത്രീകരിച്ചിരുന്നത്. അനേക ദൈവദാസന്മാരങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് ഗൗരവമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇടപെട്ടു, മോനെ, ഒരു ഫസ്റ്റ് എയ്ഡ്, ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒരു ഫസ്റ്റ് എയ്ഡ് തരുന്നത് പോലെ മാത്രമേ ഉള്ളൂ ഈ പറയപ്പെട്ട ആത്മീയ ആയുധങ്ങൾ. ആ ഹോസ്പിറ്റലിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ കാണും. ഇതിനേക്കാൾ വലിയ ആയുധങ്ങൾ ദൈവത്തിനുണ്ട്. അതിൽ പലതും നീ ഇന്ന് കൈകാര്യം ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്ന് കൈകാര്യം ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രാഥമിക ആയുധങ്ങൾ മാത്രമാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഒരു പടയാളിയെ ഇങ്ങോട്ട് ഇറക്കാൻ വേണ്ടി അവൻ്റെ സെൽഫ് പ്രൊട്ടക്ഷൻ ഉള്ളതാണ് അധികവും കൊടുക്കുന്നത്. ആത്മാവിൻ്റെ വാളെന്ന ഒരൊറ്റ ആയുധമേ ഉള്ളൂ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഒഫൻസീവ് വെപ്പൺസ്, ബാക്കി മുഴുവനും ഡിഫൻസീവ് ആണ്. അവനെ ആരും ഒന്നും ചെയ്യാതിരിക്കത്തക്ക വണ്ണം അവനിടുന്ന ആയുധങ്ങളാണ്. ഇത് പ്രാഥമിക ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ. ആത്മലോകത്തിൻ്റെ പ്രാഥമിക ആയുധങ്ങളിൽ ചില ഉപകരണങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പ്രാഥമികമായ യുദ്ധങ്ങൾ, ആത്മയുദ്ധങ്ങൾ ആത്മലോകത്തിലുണ്ട്. ഉപകരണങ്ങൾ സംഭരിച്ചിരിക്കുന്ന ആയുധശാലകൾ വേറെയുണ്ട്.
ഒരു കൊച്ചു പട്ടാളത്തിൻ്റെ യൂണിറ്റിൽ ചെന്നാൽ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഗാർഡിൻ്റെ കയ്യിൽ സാധാരണഗതിയിൽ ഒരു തോക്ക് കാണും. ഒരു തോക്കും കുറച്ച് തോട്ടായും അവൻ്റെ കയ്യിൽ കാണും. അതുമായിട്ട് അവൻ നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം ആ പട്ടാള ക്യാമ്പിൽ അവിടം കൊണ്ട് ഒതുങ്ങുമെന്നല്ല. വലിയ യൂണിറ്റുകളാണെങ്കിൽ വലിയ ആറ്റം ബോംബ് വരെ അതിനകത്ത് വേറെ ഉണ്ട്. ഇവിടെ നാം കാണുമ്പോൾ കേവലം നിസ്സാരമായ ചിലത് മാത്രമേ കാണുന്നുള്ളൂ. അതിനെക്കുറിച്ച് നമുക്ക് ഗൗരവമായി ഒന്ന് ധരിക്കാം. അതിൻ്റെ അടിയിൽ ആഴമേറിയ മറ്റു പലതുണ്ട്. ആ പലതിലേക്ക് നമ്മൾ ഇറങ്ങുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഒരു ഫസ്റ്റ് എയ്ഡും ട്രീറ്റ്മെൻറ്റും പോലെ വ്യത്യസ്തങ്ങളാണ് ഇവ ആത്മലോകത്തിൽ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഫസ്റ്റ് എയ്ഡും ട്രീറ്റ്മെൻറ്റുകളും പോലെ വ്യത്യസ്തമായ പലതും ഇവിടെ ആത്മലോകത്തിൽ കാണുന്നതായ ഒരു പടയാളിയുടെ ഏറ്റവും താണവേഷ സംവിധാനങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. പൗലോസ് അപ്പോസ്തലനെ റോമൻ കാരാഗൃഹത്തിൽ ഇട്ടിരിക്കുക. ആ സാഹചര്യവും മുതലെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ദൈവത്തിന് അനേക ഉദ്ദേശങ്ങളുണ്ട് പൗലോസിനെ എവിടെ ആക്കുവാൻ. അതിനകത്ത് താൻ ഇങ്ങനെ ഓർത്തു, തൻ്റെ മുൻപിലൂടെ സെല്ലിൻ്റെ മുമ്പിലൂടെ പടയാളികൾ എല്ലാ ദിവസവും യാത്ര ചെയ്യും. അവരുടെ ആയുധങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, റോമൻ ഗവൺമെൻറ് ഇത്തരം ആയുധങ്ങളാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ നിശ്ചയമായും സ്വർഗീയമായ ആയുധങ്ങളുടെ റിപ്ലിക്കയാണിവ. അതുകൊണ്ട് അത് എന്ത് എന്നൊന്ന് ചിന്തിക്കുന്നത് കൊള്ളാം എന്ന് പൗലോസ് തീരുമാനിക്കുകയും ആഴങ്ങളിലേക്ക് ഇറങ്ങുകയും ചെയ്തു. മറക്കരുത്, ഒരു ആർമറി അപ്പുറത്ത് കിടപ്പുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കണ്ട ചില ആയുധങ്ങൾ മാത്രമല്ല. ഞാൻ ഇന്ന് ആർമറിയിലേക്ക് ഇറങ്ങത്തില്ല, സൂചനകൾ മാത്രമേ തരത്തുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ ആഴങ്ങളിലേക്ക് പോകുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നുണ്ട്. കേവലം സൂചനകൾ മാത്രമേ ഇന്നുള്ളൂ. ആ സൂചനകളിലൂടെ പോകാം. പ്രധാനമായും നമ്മുടെ ഫസ്റ്റ് എയ്ഡിൻ്റെ ലെവൽ അല്ലെങ്കിൽ പ്രാരംഭമായി ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. യുദ്ധസന്ദർഭങ്ങളിൽ ഉപയോഗിക്കുവാൻ ഓരോ രാജ്യത്തിനും ഓരോ പട്ടാള യൂണിറ്റിനും പ്രത്യേക ആർമറികളുണ്ട്. എയർഫോഴ്സിൻ്റെ ആർമറി ആയിരിക്കത്തില്ല ആർമിയുടെ ആർമറി. ഇവ രണ്ടിൽ നിന്നും വ്യത്യസ്തമായിരിക്കും നേവിയുടെ ആർമറി. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ആർമറി അല്ല ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ ആർമറി ഒരിക്കലും അടുത്ത രാജ്യത്തിന് പ്രതീക്ഷിക്കാനൊക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം സൂക്ഷിച്ചിരിക്കുന്നതും നിങ്ങൾ മാത്രം അറിയുന്നതുമായ ചില പ്രത്യേക ആയുധങ്ങൾ ഉണ്ടാകും. അതിൻ്റെ ആയുധ കലവറയിലേക്ക് കടക്കുവാൻ ചുരുക്കം ചില ഹൃദയങ്ങളെ ദൈവം ഉത്തേജിപ്പിക്കട്ടെ. നമുക്കാവശ്യമായ പരിജ്ഞാനം സ്വർഗത്തിലെ ദൈവം തരട്ടെ. ഇന്ന് പകൽ ഇതിനകത്തിരുന്ന് കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ യുദ്ധക്കളത്തിലാകയാൽ തക്ക പ്രതിഫലം ദൈവത്തെങ്കിൽ നിന്നും പ്രാപിക്കേണ്ടതിന് ഉന്നതമായി ഇതിനു വേണ്ടി ഓടുവാൻ ഒരു മാതൃക മാത്രം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാനേ ഇന്നെനിക്ക് സാധിക്കുന്നുള്ളൂ. ആ മാതൃകയുടെ ഞാൻ പോകട്ടെ. അധികാരപ്പെട്ടവർക്ക് വേണ്ടി മാത്രമേ ആർമറികൾ തുറക്കത്തുള്ളൂ. ഇവിടെ അടുത്ത പട്ടാള ക്യാമ്പിന് വലിയ ആർമറികളുണ്ട്. പക്ഷേ ഞാൻ അവിടെ ചെന്നാൽ എനിക്ക് വേണ്ടി അത് തുറക്കത്തില്ല. എനിക്ക് വേണ്ടി അവരൊന്നും തരത്തില്ല. പകരം അതിനുവേണ്ടി അധികാരപ്പെട്ട ചിലരുണ്ട്. അവരുടെ വാക്കിൻ്റെ മുമ്പിൽ ആർമറികൾ തുറക്കപ്പെടും. ഇന്നിതിനകത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിൻ്റെ വാക്കുകളുടെ മുമ്പിൽ സ്വർഗത്തിൻ്റെ കലവറകൾ തുറന്ന് ചില ആയുധങ്ങൾ സ്വർഗത്തിലെ ദൈവം ഏൽപ്പിക്കുവാൻ, വ്യക്തിപരമായി നിങ്ങളെ ഇട്ട് ഞെരിക്കുന്ന, വ്യക്തിപരമായി നിങ്ങളെ ഇട്ട് അലച്ചു കളയുന്നതാ ചില ശത്രുവിൻ്റെ പോരുകളെ ജയിക്കേണ്ടതിന് വേണ്ടി ചിലരുടെ കയ്യിൽ ഒരൊറ്റ സ്തോത്രമായിരിക്കും, വേറൊരാളിൻ്റെ കയ്യിൽ ഒരു വാചകമായിരിക്കും. സ്വർഗം അത് ഏൽപ്പിച്ചാൽ അതേ ദൈവ പൈതലേ അവിടെ കൊണ്ട് നാം ജയിക്കും. വലിയ ദൈവിക ആർമറികൾ നമുക്ക് വേണ്ടി ഉണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സാധാരണക്കാരന് വേണ്ടി ഇത് തുറക്കാറില്ല. ഇത് അധികാരപ്പെട്ടവർക്ക് വേണ്ടി മാത്രമേ തുറക്കാറുള്ളൂ. ഉദാഹരണത്തിന് വേണ്ടി നീ ഉപവസിക്കുമ്പോൾ നിൻ്റെ അറയിൽ കിടന്ന് വാതിലടയ്ക്കാം. അത്രയേ ഉള്ളൂ. പ്രാർത്ഥനകളാണ്. ഒരു ഉപവാസം സഭായോഗം വിളിച്ചുകൂട്ടി മണവാളൻ മണവറയും മണിയറ ഉള്ളറയും വിട്ട് പുറത്തു വരത്തക്കവണ്ണം ചില ഉപവാസങ്ങൾ തിരുവചനത്തിലുണ്ട്. ഇവിടെ നമ്മൾ എടുത്തു പറയുന്ന കൂട്ടത്തിൽ എഫെസ് ലേഖനം 6-ാം അധ്യായത്തിൽ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് മിണ്ടുന്നേ ഇല്ല. അത് വലിയ ആയുധമാണ്. ഉപവാസത്താലും പ്രാർത്ഥനയാലും ഈ ജാതി നീങ്ങിപ്പോകും എന്നെൻ്റെ കർത്താവ് പറയുന്ന പദമുണ്ട്. അന്യഭാഷകളിൽ പ്രാർത്ഥിപ്പാൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. എഫെസ് ലേഖനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ പ്രാർത്ഥന ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നൊരു പദം കൊണ്ട് നിർത്തി അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നത് എങ്ങനെയെന്ന് അതാത് ദൈവപൈതലിനറിയാം. സഭ ഒരാരാധന നടത്തുമ്പോൾ, ഈ സഭയ്ക്കകത്തൊരു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ നമുക്കറിയാം ചില പ്രത്യേക ശക്തികളെ നേരിടേണ്ടതിന് ആവശ്യമുള്ള ദൈവിക ഇടപാടുകൾ സ്വർഗത്തിലെ ദൈവം തരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ അനുഗ്രഹവും ശാപവും എന്നുള്ള വിഷയം ഇവിടെ നിന്ന് പരസ്യമായി എടുക്കുമ്പോൾ ശക്തനായ ഒരു മനുഷ്യൻ ഇതിനകത്തൊന്ന് എഴുന്നേറ്റ് അദ്ദേഹം പുറത്തേക്ക് ഓടാൻ തുടങ്ങുകയാണ്. എനിക്കൊന്ന് 2 വർഷത്തിനകമായിരിക്കും, 2-3 വർഷത്തിനകമായി
അതിനേക്കാൾ കൂടുതൽ വർഷങ്ങളായി ഇവിടെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ അനുഗ്രഹവും ശാപവും എന്ന വിഷയം തൊട്ടുകൊണ്ടിരിക്കവേ ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് ഇറങ്ങി ഒരൊറ്റ ഓട്ടം പുറകോട്ടോടി. ആരണ്ട് ചോദിച്ചു, എവിടെ പോകാൻ? ഇങ്ങനെ കസറുകൾ തള്ളി മാറ്റി ഇതിന് ഇടയ്ക്കൂടെ ഓടുന്നത് എന്താ കാരണം? എന്തു പറ്റി എന്ന് ചോദിച്ചു. പറഞ്ഞു, ഒരായുധം അവിടുന്ന് വരുന്നുണ്ട്, അത് പിടിച്ചു നീക്കാൻ ഒക്കത്തില്ല. പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു കതകയിൽ ഒരു തള്ളു കൊടുത്തെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അതിൻ്റെ ബെയറിങ്ങുകൾ എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് കതകും തെറിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ പോയി. കാര്യം അവൻ കണ്ടു, ഒരായുധം ഇവിടെ നിന്ന് വരുന്നുണ്ട്. അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആയുധങ്ങളല്ല, അതിനേക്കാൾ ശക്തിയേറിയ ഓഫൻസീവ് വെപ്പൺസ് ആയിരുന്നു. അനേക ശക്തിയേറിയ ആയുധങ്ങൾ കുടുംബങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ, തകർന്നു കിടക്കുന്ന ഇടങ്ങൾക്ക് വിടുതൽ കൊടുക്കുവാൻ, ഊഷര ഭൂമികളെ കൃഷിഭൂമികളാക്കി മാറ്റുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ യേശു പറഞ്ഞു, ഉപവസിക്കുമ്പോൾ നിന്റെ അറയ്ക്കകത്ത് കിടന്ന് വാതിലടയ്ക്കുക. പ്രാർത്ഥനയ്ക്കുള്ള ഒരു ആഹ്വാനമാണത്. ഒരു സഭായോഗം വിളിച്ചു കൂട്ടുക, ഒരു ഉപവാസം പ്രസിദ്ധീകരിക്കുക. ഇതൊന്നും ഈ പ്രാർത്ഥനയിൽ ഇല്ല. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നൊരാശയം മാത്രം, അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് ലെവൽ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില ഫണ്ടമെൻ്റൽ വെപ്പൺസ്, അതിനകത്തൂടെ ആയുധങ്ങളിലൂടെ പോകുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. മണവാളൻ മണയറയും മണവാട്ടി ഉള്ളറയും വിട്ട് വെളിയിൽ വരുന്ന ജനത്തിൻ്റെ പുരോഹിതന്മാർ യാഗപീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് നിലവിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സഭ വരുവാൻ തക്കവണ്ണം ഞാനതൊന്നുകൂടെ ആവർത്തിക്കാം. ജനത്തിൻ്റെ പുരോഹിതന്മാർ. പുതിയ നിയമത്തിൽ നമ്മളെല്ലാം പുരോഹിതന്മാരാണ്, പുരോഹിത വർഗമാണ്. ഞാൻ പദത്തെ ഒന്നുകൂടെ തൊട്ടാലോ എന്ന് വിചാരിക്കുന്നു. പെന്തക്കോസ്റ്റൽ കാഴ്ചപ്പാടിൽ നമ്മളെല്ലാം പുരോഹിതന്മാരാ, എല്ലാവരും പുരോഹിതന്മാരാ, എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരാ. പക്ഷെ അവിടെ സത്യത്തിൽ എഴുതിയിരിക്കുന്നത് പുരോഹിത വർഗമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഒരിക്കൽ യാക്കോബയ സഭയിലുള്ള ഒരു അച്ഛൻ പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മയുണ്ട്. മുഴുവനും പുരോഹിത വർഗമാണെങ്കിലും എല്ലാവരും പുരോഹിത ശുശ്രൂഷയ്ക്ക് കയറത്തില്ല. ദേവാലയത്തിൽ എല്ലാ ലേവ്യനും ആരാധനയ്ക്ക് കയറത്തില്ല. ആ വർഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമേ ആരാധനയ്ക്ക് കയറാറുള്ളൂ. നിങ്ങൾ പുരോഹിത വർഗമാണെന്നേ പറയുന്നുള്ളൂ. സത്യമാണ്. പക്ഷെ പെന്തക്കോസ്റ്റൽ സഭകൾക്കുള്ള പ്രത്യേകത, ആ വർഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം. ആകയാൽ നാം എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരാ. പുരോഹിത വർഗമായി ഇരിപ്പാൻ മാത്രമല്ല, ഞാനൊരു രാജകീയ പുരോഹിതനായി മാറുവാൻ, പുരോഹിത വർഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ പുരോഹിതന്മാരായി മാറുന്ന കൂട്ടത്തിൽ ഞാനും ദൈവത്തെ ആരാധിക്കേണ്ടതിന് ഒരു പുരോഹിതനായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ വരട്ടെ. ഈ ദൂതന്മാരെ കുറിച്ച് അതിനകത്ത് നമ്മുടെ സെക്കൻഡ് വീക്ക് ഫാസ്റ്റിംഗ് പ്രയറുകളിൽ ഒരു വലിയ ഗാദറിങ് നമുക്കിവിടെ ഉണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ ഒരു 3 ദിവസം നമ്മൾ ഒരുമിച്ച് വരാറുണ്ട്. സാധാരണ സഭകളിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകളേക്കാൾ വളരെ കൂടുതൽ ആളുകൾ നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാറുണ്ട്. ആ കൂടുന്ന ജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ ഒരു എക്സെപ്ഷണൽ കേസായി മാറത്തക്കവണ്ണം ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കാം. ഐ ഡു എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഇൻ ദോസ് 3 days. ഈ ആഴ്ച വരുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഞായറാഴ്ച ആരാധന കൊണ്ട് മാത്രം ഒതുങ്ങാത്ത പലതും, വ്യാഴാഴ്ച വൈകിട്ട് തുടങ്ങി ഞായറാഴ്ച ആരംഭിക്കുന്ന ഈ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ അടുത്ത പടി ആത്മലോകത്തിൻ്റെ അടവുകളിലേക്ക് ഇറങ്ങുവാനും യുദ്ധത്തിൻ്റെ കളരിയിൽ എഴുന്നേറ്റ് നിന്ന് പൊരുതുവാനും പലർക്കും ചില വിടുതലുകൾ കൊടുക്കുവാനും സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെയും ഉപവസിച്ചതായി നാം കാണുന്നുണ്ട്. മറക്കല്ല് ഒന്നുകൂടെ പറയുന്നത്, ബഥേൽ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയോ? അതെ, ബഥേൽ ചർച്ചിൽ കേൾക്കാത്തവരുണ്ടെങ്കിൽ, ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് ഇനിയും പറയുന്നത് നന്നായിരിക്കും. തേണ്ട പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഉപവസിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൻ്റെ മോശ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. 40 ദിവസം അദ്ദേഹം ഉപവസിച്ചു. അദ്ദേഹം സത്യത്തിൽ 2 പ്രാവശ്യം ഉപവസിക്കേണ്ടി വന്നു. കാര്യം, ആദ്യത്തെ ഉപവാസത്തിൻ്റെ ഫലം എഴുതി കൊടുത്തതായ കൽപ്പലകൾ എറിഞ്ഞുടച്ച കാരണത്താൽ രണ്ടാമതൊരു 40 ദിവസം കൂടെ അദ്ദേഹം ഇരുന്ന് ഉപവസിക്കേണ്ടതായി വന്നു. പുതിയ നിയമത്തിൻ്റെ പ്രധാന പുരുഷനായിരുന്ന യേശു ഒരു 40 ദിവസം ഉപവസിച്ചതായി കാണാം. പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ ഇടയിൽ പ്രവർത്തിച്ചു വന്നതായ ദാനിയേൽ ഒരു 21 ദിവസം ഉപവസിച്ചതായി കാണാം.
ഫുൾ ഫാസ്റ്റിങ്ങോ ദാനിയേൽ ഫാസ്റ്റിങ്ങോ അത് രണ്ടാമതൊരു കാര്യമാണ്. പക്ഷേ അവർ ഉപവസിച്ചതായി ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് കാണുവാൻ കഴിയും. അങ്ങനെ ഉപവസിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ദൂതന്മാരെക്കുറിച്ച് സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിൽ ദൂതന്മാർ ഇറങ്ങി വരാറുണ്ട്. ഇന്ന് പകൽ ഇതിനകത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ തിരുനാമത്തിൽ ദൈവത്തോട് അപേക്ഷിക്കുന്നു. അതെ, ദൂതന്മാർ വരട്ടെ. മറക്കല്ല്, ദൂതന്മാർ വ്യത്യസ്ത ഉദ്ദേശങ്ങൾക്ക് വേണ്ടി വരും. പക്ഷെ പലപ്പോഴും ദൈവദൂതൻ എന്ന് നമ്മൾ പറയുമ്പോൾ അവരെ ഒക്കെയും പള്ളികളുടെ സ്റ്റെയിൻ ഗ്ലാസ്സുകളിൽ കാണുന്ന, സ്റ്റെയിൻ ഗ്ലാസ് എന്ന് പറഞ്ഞൊരു സാധനം പള്ളിക്കുണ്ട്, വലിയ പള്ളികൾക്ക് ഉണ്ടായിരുന്നു. ആ പള്ളികളുടെ സ്റ്റെയിൻ ഗ്ലാസ്സുകളിൽ കാണുന്ന ഞാനൊരു മോഡൽ കാണിക്കാം. ഒരു സ്റ്റെയിൻ ഗ്ലാസ്സിൽ കാണിക്കുന്നതായ ആ ദൂതന്മാർ ഒരു മോണിമെൻ്റൽ വസ്തുവായി, ഒരു ആഭരണം പോലെ അലങ്കാര വസ്തുവായി മാത്രം ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അല്ല, ദൂതന്മാർ അലങ്കാര വസ്തുക്കളല്ല. അവർ ഘോരമുഖമുള്ളവരും ശാന്തമുഖമുള്ളവരും യുദ്ധം ചെയ്യുന്നവരും സേവ ചെയ്യുന്നവരും അനേക തരത്തിൽപ്പെടുന്ന കോടാനുകോടി ദൂത സമൂഹങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിനുണ്ട്. ഞാനൊരു ആത്മയുദ്ധത്തിൻ്റെ മുമ്പിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ അലറിക്കൊണ്ടെതിരെ വരുന്ന ഒരു അശുദ്ധ ശക്തിയെ നേരിടുവാൻ ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ എന്നെ സഹായിക്കുന്ന ഒരു ദൂതനുണ്ട്. അദ്ദേഹം ചിരിച്ചുകൊണ്ടല്ല വരുന്നത്, അദ്ദേഹം അതേ രൂക്ഷഭാവത്തോടെ ശത്രുവിനെ കീഴടക്കുവാൻ വരികയാണ്. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ചില ഭവനങ്ങളെ സംരക്ഷിക്കേണ്ടതിന് വേണ്ടി രൂക്ഷഭാവമുള്ളവരായ ചില ദൂതന്മാരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിയോഗിക്കുക. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിയോഗിക്കുക. ദേ ആർ നോട്ട് ഡെക്കറേറ്റീവ് പിക്ചേഴ്സ്. അവരിങ്ങനെ അലങ്കരിച്ച് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദൂതന്മാരല്ല, അലങ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന ദൂതന്മാരുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൂതന്മാരെക്കുറിച്ചുള്ള പ്രധാന ദൗത്യം തിരുവചനത്തിൽ പറയുന്നത്, ഒന്ന്, അവർ ദൈവത്തെ നിരന്തരം ആരാധിക്കുന്നവരാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ സാറാഫുകൾ അവന് ചുറ്റും നിന്നു. അവർക്ക് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. അവർ നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് അവരാർത്തുകൊണ്ടിരുന്നു. ആരാധനയുടെ പ്രധാന ഭാഗം ദൈവം പരിശുദ്ധനാണെന്ന ദൈവത്തിൻ്റെ പരിശുദ്ധിയെ വിശദീകരിക്കുക. അവിടെ ഒരു സെക്കൻഡ് ഒന്ന് നിന്നോട്ടെ. ആരാധനയുടെ പ്രധാന ഭാഗം ദൂതന്മാർ ചെയ്യുന്നത് അവർ ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് വിളിച്ചു പറയുകയാണ്. ഭൂമിയിൽ ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധി നമ്മിൽ പ്രതിബിംബിപ്പിക്കുക. അതിനാവശ്യമുള്ള സകലതും നാം ചെയ്തേ മതിയാകും. ഒന്നുകൂടെ ഞാനത് ഭാഗം പറയുകയാണ്. ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവരെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. അവരെ ഉണ്ടാക്കിയതുപോലെ പോകാനേ അവർക്കൊക്കത്തുള്ളൂ. അവർക്കാർക്കും ഫ്രീ വിൽ ചോയ്സ് ഇല്ല. അതുകൊണ്ട് അവരെ എങ്ങനെ സൃഷ്ടിച്ചു വെച്ചോ അവരതുപോലെ ഇരിക്കും. അതിനേക്കാൾ കവിഞ്ഞൊരു വ്യത്യാസമില്ല. എൻ്റെ കയ്യിൽ ഒരു പോയിൻ്ററുണ്ട്. ഇതിൻ്റെ നീളമോ വണ്ണമോ കുറയ്ക്കാനോ കൂട്ടാനോ എനിക്ക് കഴിയത്തില്ല. ഇതെങ്ങനെ ഉണ്ടാക്കി വെച്ചു അതുപോലെ ഇരിക്കും. പക്ഷേ എൻ്റെ കൈക്ക് 5 വിരലുകളുണ്ട്. അത് മടക്കാനും നിവർക്കാനും അനക്കാനും എനിക്ക് കഴിയും. ദൂതന്മാർ ഇതുപോലെയാണ്, സൃഷ്ടിക്കപ്പെട്ടതുപോലെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ ഞാനും നിങ്ങളും അതല്ല. നമുക്ക് നമ്മുടേതായ വിൽ പവറുണ്ട്. നമുക്ക് നമ്മുടേതായ രൂപഭേദങ്ങൾ വരുത്തുവാൻ കഴിയും. ദൂതൻ ഒരിക്കലും തന്നെ വിശുദ്ധീകരിക്കേണ്ടതില്ല. അവരെ സൃഷ്ടിച്ചത് വിശുദ്ധമായിട്ടാണ്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് വിശുദ്ധമായിട്ടാണെങ്കിലും വികൃതപ്പെടുത്തിയ ചില ശക്തികളുണ്ട്. അതിൻ്റെ മുമ്പിൽ വിശുദ്ധി തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ കടമയാണെന്ന് മറക്കരുത്. സാറാഫുകൾ പിതാവാം ദൈവത്തിന് ചുറ്റും നിന്നു. ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി. മറക്കരുത്, ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് കുറയാതെ ഇവിടെ വിശദീകരിച്ചതാണ്. എൻ്റെ ശരീരത്തിന് 2 കൈകളുണ്ട്. ഇതുപോലെ ഇവർക്ക് 6 ചിറകുണ്ട്. അതിൽ 2 എണ്ണം എൻ്റെ കൈയോട് ഉപമിച്ച് ഞാൻ എടുക്കട്ടെ. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് അവർ പാദം മൂടി, വേറെ 2 കൊണ്ട് അവർ പറന്നു. എന്ന് പറഞ്ഞാൽ ഒരളവിൽ തങ്ങളെ തന്നെ മറച്ചുകൊണ്ട്, തങ്ങളുടെ ചിറകുകൾ കൊണ്ട്, ദൈവനിർമ്മിതമായ ചിറകുകൾ കൊണ്ട് അവർ തങ്ങളെ തന്നെ മറച്ച്, അവരൊക്കെയും രത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവരാണ്. അവരൊക്കെയും മനോഹര വസ്തുക്കളാൽ നിർമ്മിക്കപ്പെട്ടവരാണ്. അവരുടെ മനോഹരത വെളിയിൽ കാണാതെ, ദൈവം മുമ്പിൽ കാണിക്കാതെ അവർ താണിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നു. 2 കൊണ്ട് പറന്നുകൊണ്ട്. ഒരുവനോടൊരുവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് 3 പ്രാവശ്യം വീതം ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത് കാണാം. ഇന്നിതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, നാമും ദൈവത്തെ ആരാധിക്കുമ്പോൾ മറക്കരുത്, ദൈവം നമുക്ക്
തന്നിട്ടുള്ള ഒരു നന്മയും പുറത്ത് കാണിപ്പാനല്ല, അതൊക്കെയും അകത്ത് തന്നെ മൂടി വെച്ചുകൊണ്ട് ഞാൻ വലിയവനാണെന്ന് പറയുവാനല്ല. കർത്താവായ യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, രണ്ടുപേർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ ചെന്ന ഒരു ഉപമ യേശു പറഞ്ഞു. ഒരുത്തൻ ചെന്ന് വെച്ച് പറഞ്ഞു, കർത്താവേ, ആ നിൽക്കുന്ന പരീശനെ പോലെ അല്ല ഞാൻ, ആ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ ആഴ്ചതോറും ഉപവസിക്കുന്നവനാണ്, പതാരം കൊടുക്കുന്നവനാണ്. അവൻ്റെ നന്മകൾ മുഴുവനും ദൈവസന്നിധിയിൽ പറഞ്ഞു. മറ്റവനോ ഒരു ചുങ്കക്കാരനായിരുന്നു. ആ ചുങ്കക്കാരൻ ഇപ്പുറത്തെന്ന് പറഞ്ഞ, കർത്താവേ, പരീശനെ പോലെ പ്രശംസിപ്പാൻ എനിക്കൊന്നുമില്ല, എനിക്ക് സ്വയമായി പുകഴുവാൻ ഒന്നുമില്ല, ഞാൻ എന്നെ തന്നെ തിരുമുമ്പിൽ താഴ്ത്തുകയാണ്. അവൻ ഉണ്ടായിരുന്നത് മുഴുവനും ചിറകുകൾ കൊണ്ട് മറച്ച ശേഷം അവൻ്റെ ഒന്നുമില്ലാത്ത ശൂന്യത ദൈവസന്നിധിയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ യേശുവിൻ്റെ വാ കൊണ്ട് പറയുകയാണ്, പരീശൻ വന്നതുപോലെ തിരിച്ചു പോകുമ്പോൾ തേണ്ട ഈ നിൽക്കുന്ന ചുങ്കക്കാരനുണ്ടല്ലോ, അനുഗ്രഹിക്കപ്പെട്ടവനായി മടങ്ങുകയാ. ഇന്ന് പകൽക്കാലം ചിറകുകൾ തന്നത് മുഖം മറയ്ക്കേണ്ടിടത്ത് മറയ്ക്കാനാ. ഇന്ന് പകൽക്കാലം ചിറകുകൾ തന്നത് പാദം മറയ്ക്കേണ്ടിടത്ത് മറയ്ക്കാനാ. സ്തോത്രം. ഞാൻ അതിനെക്കുറിച്ച് അധികം പോകുന്നത് താല്പര്യമില്ല. ഒത്തിരി അലങ്കാര വസ്തുക്കളുമായി ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നൊരു ചിന്ത പലർക്കും ഉണ്ട്. പക്ഷേ അത് വേദപുസ്തകത്തിൻ്റെ ഉപദേശത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പെന്തക്കോസ്റ്റൽ ടീച്ചിങ്സ് അവിടെ ഇരിക്കട്ടെ, ഞാൻ റോമൻ കത്തോലിക്ക ടീച്ചിങ്ങിലേക്ക് ഒന്ന് തിരിഞ്ഞോട്ടെ. ഒരിക്കൽ ഇവിടെ വന്ന ഒരു സഹോദരി, റോമൻ കത്തോലിക്ക നന്നായിരുന്ന ശേഷം രക്ഷിക്കപ്പെട്ടു വന്ന ഒരു സഹോദരി ഒരിക്കൽ ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നൺസിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ കത്തോലിക്ക സഭ വളരെ ക്ലീനായി പഠിപ്പിക്കും. സ്ത്രീകളുടെ മുടിയാണ് പുരുഷന്മാരെ ഏറ്റവും ആകർഷിക്കുന്നതും അവരുടെ അലങ്കാരത്തിൻ്റെ മകുടവും. ആകയാൽ മുടി മൂടിക്കൊണ്ടല്ലാതെ ഒരൊറ്റ പെൺകുട്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. ഇത് പെന്തക്കോസ്തുകാരൻ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞേ. റോമൻ കാത്തലിക് ചർച്ച് ആരംഭകാലം മുതൽ പഠിപ്പിച്ചു വന്നിരുന്നത് ആ സഹോദരി ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞ പദങ്ങൾ ഞാൻ ആവർത്തിക്കുകയാണ്. അലങ്കാരത്തിൻ്റെ ഏറ്റവും വൻഭാഗമായി നല്ല മുടി ഉള്ളവർ, അവരുടെ മുടി ഉപയോഗിക്കത്തക്കവണ്ണമാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. പക്ഷെ ദൈവസന്നിധിയിൽ വരുമ്പോൾ അല്ല, അവർ സ്ഥിരം ദൈവത്തെ സേവിക്കുന്നവരാകയാൽ നിങ്ങളുടെ മുടി സദാസമയം മൂടി വെക്കണം എന്നതൊരു പ്രമാണമാണ്. എൻ്റെ അലങ്കാരം ദൈവസന്നിധിയിൽ കാണിക്കേണ്ടതിനല്ല, അതെൻ്റെ ദൈവത്തിന് മാത്രം കാണേണ്ടതിനാണ്. എൻ്റെ അലങ്കാരം ദൈവം മുമ്പിൽ കാണിക്കേണ്ടതിനല്ല. തേണ്ടി സാറാഫുകൾ വന്നിട്ടുണ്ട്, അവർ മനോഹര രൂപികളാണ്. ഒരു സാറാഫിൻ്റെ ഒരു രൂപം ഏറെക്കുറെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സാറാഫുകൾ അവൻ്റെ ചുറ്റും നിന്നു. അവർക്ക് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി. എന്ന് പറഞ്ഞാൽ മുഖം വരെയുള്ള ഭാഗങ്ങൾ മുഴുവനും 2 ചിറകുകൾ കൊണ്ട് മൂടപ്പെട്ടു. ശരീരത്തിൻ്റെ മധ്യഭാഗത്താണ് ചിറകെങ്കിൽ അപ്പർ ബോഡി 2 കൊണ്ട് കവർ ചെയ്തു. 2 കൊണ്ട് അവർ പാദം മൂടി. വേറെ 2 ചിറകുകൾ കൊണ്ട് അവരുടെ പാദം വരെ അവർ മൂടി. മറക്കരുത്, തിളങ്ങുന്നതാണ് അവരുടെ പാദങ്ങൾ, അതും മൂടി. 2 കൊണ്ട് അവർ പറന്നു. അന്യോന്യം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, അങ്ങേരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കാണിപ്പാൻ നമ്മുടെ നീതി ഏതുമില്ല, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ നമ്മുടെ സൗന്ദര്യം ഏതുമില്ല. സാറാഫുകൾ 6 ചിറകുള്ളവർ പറന്നു നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. ചുറ്റും ഉണ്ടായിരുന്നു. 2 കൊണ്ടവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവരാർക്കുന്ന ശബ്ദത്താൽ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. എനിക്കൊന്ന് ഈ ദിവസങ്ങളിൽ പെന്തക്കോസ്തുകാരെ കുറിച്ച് ശബ്ദം ഉണ്ടാക്കുന്നു എന്നൊരു കംപ്ലൈൻറ്റ് അങ്ങും ഇങ്ങും വളരെ ചുരുക്കമാണ്. പണ്ട് നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ പെന്തക്കോസ് മാളികയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങിയ ചരിത്രം ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ അവരാർക്കുന്ന ശബ്ദത്താൽ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. മറക്കരുത്, നമ്മൾ പണിത് വച്ചിരിക്കുന്ന ഒരു ആലയമല്ല, ദൈവം ശില്പിയായി നിർമ്മിച്ച ദൈവത്തിൻ്റെ വലിയ ആരാധനാലയമാണ്. ഇവരാർക്കുന്ന ശബ്ദത്താൽ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. അവർ വലിയ ബഹളമാണ്. പരിശുദ്ധാത്മാവ് പണ്ടൊരിക്കൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒരു വലിയ മുഴക്കമുണ്ടായി. അടുത്തുള്ള ദേവാലയം വരെ മുഴക്കം കേൾക്കത്തക്കവണ്ണം മാളിക മുറിയിലിറങ്ങിയ ശബ്ദം അത്ര വലുതായിരുന്നു. ഒരു വലിയ മുഴക്കത്തോടെയാണ് ഈ പെന്തക്കോസ് മാർഗം ഇവിടെ ആരംഭിച്ചത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരു പോലീസ് സ്റ്റേഷനിൽ സഭാരാധനയിൽ ശബ്ദം കൂടുതലാണെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് പോയതുകൊണ്ട് വിശദീകരണം കൊടുത്ത് ക്ഷമാപണം കൊടുത്ത് മേലിൽ ശബ്ദം ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞു പോരാൻ പറഞ്ഞ് എന്നെ കൂടെ വിളിച്ചു. ഞാൻ അന്ന് ചർച്ചിൻ്റെ സെക്രട്ടറി ആയിരുന്നു. നമ്മുടെ ജലഹാലിൽ യശവന്തപുരത്തുണ്ടായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടറുടെ ഓഫീസിലാണ് വിളിച്ചത്.
പോകുന്നതിന് മുമ്പേ ഞാൻ വേണ്ടപ്പെട്ട ആളിനെ വിളിച്ച് സംസാരിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്ന് അതുകൊണ്ട് ഒത്തു, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒക്കത്തില്ലായിരുന്നു. രണ്ടായാലും ഞാൻ സാംഗ്ലിയന സാറ് അന്ന് കമ്മീഷണർ ചെയറിലുണ്ടായിരുന്നു. ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞു, സാറേ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അത് നീ പോയി എന്തേലും നിനക്ക് തോന്നിയത് പറഞ്ഞേച്ചു പോര്, ഞാൻ അയാളോട് പറഞ്ഞേക്കാം, ആരാധനാ സ്വാതന്ത്ര്യം നമുക്കുള്ളതാണ്, ഡോണ്ട് വറി എന്നൊരു പദം സാംഗ്ലിയന സാറും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കെതിരെ എനിക്കല്ല ചർച്ചിനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്ത ആളുകളെല്ലാം അവിടെ ഉണ്ട്. അവരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ബൈബിളിൻ്റെ ചരിത്രം അനുസരിച്ച് ഒരു വലിയ ഇടിമുഴക്കത്തോടെയാണ് ഈ പ്രസ്ഥാനം ഭൂമിയിൽ ആരംഭിച്ചത്. ഞങ്ങൾ അല്പസ്വല്പം ശബ്ദവും എപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ, പക്ഷേ ഒരു വലിയ മുഴക്കത്തോടെ ഞങ്ങൾ തിരിച്ചു പോവും, അതുവരെ ഇവിടെ തുടരും, ഒരു രക്ഷയില്ല സാറേ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പൊക്കോളാൻ ഇൻസ്പെക്ടറും പറഞ്ഞ കാര്യം അങ്ങേക്കത് പറയാതെ നോക്കുകയില്ല. അതുകൊണ്ടാണ് കമ്മീഷണർ സാർ പറഞ്ഞിട്ടുണ്ട്. ആ ഒറ്റ കാരണത്താൽ ഞാനിത് പരസ്യമായി പറഞ്ഞത് ക്ഷമിക്കണം. സാറാഫുകൾ അവൻ്റെ ചുറ്റും നിന്നു. അവരാർക്കുന്ന ശബ്ദത്താൽ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. അവർ മുഖം മൂടി അവരുടെ സൗന്ദര്യം വേണ്ട, അവരുടെ പാദം മൂടി അവരുടെ സൗന്ദര്യം വേണ്ട, ദൈവമാണ് വലിയവൻ. അവർ പറന്നു നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. നമ്മുടെ ആരാധനയിൽ ദൈവപ്രസാദം ഉണ്ടാകും. ഞാൻ ആ സ്റ്റെയിൻ ഗ്ലാസ്സുകളൊന്ന് കാണിക്കുന്നതിനകത്ത് തെറ്റില്ല. സ്റ്റെയിൻ ഗ്ലാസ്സുകളിൽ തന്നെ ആ ദൂതന്മാരുടെ രൂപം വരച്ച 3 വലത്തുവശത്ത് കാണാം, ഇടത്തുവശത്ത് നോമിനൽ സ്റ്റെയിൻ ഗ്ലാസസ് കാണാം. പ്രധാനമായും ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അങ്ങനെയാണ് നാം ദൂതന്മാരെക്കുറിച്ച് കൂടുതൽ കേട്ടിട്ടുള്ളതും. പള്ളികളുടെ സ്റ്റെയിൻ ഗ്ലാസ്സുകളിലും മറ്റും അവരുടെ ചിത്രങ്ങൾ പതിയുന്നതിന് കാരണവും ഇത് തന്നെയാണ്. ആരാധിക്കുന്ന ഒരു സമൂഹം ഉന്നതങ്ങളിൽ ഉണ്ടെന്നും നാം അവരോട് ചേർന്ന് ആരാധിക്കുന്നവരാണ് എന്നും നമ്മെ ബോധവാന്മാരാക്കേണ്ടതിനാണ് അപ്രകാരമുള്ള സ്റ്റെയിൻ ഗ്ലാസ്സുകൾ പള്ളികളിൽ വെച്ചിരുന്നത്. എന്തിനാണ് ആ സ്റ്റെയിൻ ഗ്ലാസ്സുകൾ പള്ളികളിൽ വെച്ചിരുന്നതെന്ന് അറിയാമോ? ഇങ്ങനെ നമ്മെ ആരാധിക്കുന്ന ഒരു കൂട്ടം ദൂതന്മാരുണ്ട്, മനോഹര രൂപികളാണവർ, നമ്മൾ അവരോട് ചേർന്നാണ് ആരാധിക്കുന്നത് എന്ന് കാണിക്കേണ്ടതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന രൂപങ്ങൾ ഇന്ന് കേവലം കാഴ്ച വസ്തുക്കളായി മാറുമ്പോൾ ഇതിനകത്ത് ജീവനുള്ള ഒരു കൂട്ടം ദൈവഭക്തന്മാർ ദൈവത്തെ ആരാധിപ്പാൻ എഴുന്നേൽക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. നമുക്ക് ദൈവത്തെ നന്ദിയോടെ ആരാധിക്കാം. നിങ്ങൾക്കറിയാമോ, ദൂതന്മാർ നമുക്ക് വേണ്ടി അയക്കപ്പെട്ടവരും സാധാരണ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നവരുമാണ്. അവർ സദാ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളല്ല, പകരം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരും ചിലപ്പോൾ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നവരും മറ്റു ചിലപ്പോൾ വഴി നടത്തുന്നവരും ആയിരിക്കാം. ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ദൈവവൈതലേ, ദൂതന്മാർ നമ്മുടെ ഒപ്പം കാണുമെന്ന് മറക്കരുത്. ഞാൻ 2025 നിന്ന് ലെവലിൽ നിന്ന് അടുത്തൊരു ലെവലിലേക്ക് മാറാൻ പോകുകയാണ്. 2025 കാണാതിരുന്ന ചിലർ അവരുടെ ആത്മക്കണ്ണുകൾ തുറന്നു വിടുന്നു പോയാൽ ദൂതന്മാർ അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് കണ്ടിരിക്കും. ഈ ആരാധന മധ്യേ അതാരംഭിക്കട്ടെ. ഈ ആരാധന മധ്യേ അതാരംഭിക്കട്ടെ. ചിലരുടെ ആത്മക്കണ്ണുകൾ കൂടെ തുറന്നിരിക്കട്ടെ. ചില ദർശനങ്ങൾ കണ്ണുകൊണ്ട് കാണുവാൻ തക്കവണ്ണം ചിലരുടെ ആത്മക്കണ്ണുകൾ തുറക്കുവാൻ സ്വർഗത്തിൽ ദൈവം കൃപ ചെയ്യട്ടെ. ദൂതന്മാർ കേവലം മനോഹര രൂപികളായി മാത്രമുള്ളവരല്ല, പകരം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരുന്ന വാരിയേഴ്സ് ഉണ്ട്. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ അങ്ങേര് ചിരിച്ചുകൊണ്ടല്ല നിൽക്കുന്നത്, മുഴുവൻ രൂക്ഷഭാവവും തൻ്റെ മുഖത്ത് പ്രകടിതമാകും. ദൂതന്മാർ ദൈവജനത്തിനു വേണ്ടി ഇറങ്ങുന്നവരാണെന്ന് മറക്കരുത്. ദൂതന്മാരുടെ സർട്ടൻ അസൈൻമെന്റ് ഞാൻ എടുത്ത ശേഷം മാറിക്കോളാം. ഒരിക്കൽ പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കയാ. ഇവിടെ ഞാൻ എടുത്തു കാണിച്ചിരിക്കുന്ന പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുന്നതാ. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുന്നത് തൊടാം. ചിത്രം ഒന്നേ കാണിച്ചുള്ളെങ്കിലും അദ്ദേഹം ആകപ്പാടെ രണ്ട് സേവകന്മാരുടെ മധ്യത്തിൽ കയ്യിലും കാലിലും വിലങ്ങുകളും ചങ്ങലുകളുമായി അടുത്ത ദിവസത്തെ വലിയ ട്രയൽ പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുകയാണ്. അവർക്ക് ശാന്തതയുണ്ട്, സ്വസ്ഥതയുണ്ട്. നാളെ എന്തു പറ്റുമെന്ന ചിന്തയല്ല, എന്തും ദൈവത്തിൻ്റെ കയ്യിലാണ്, ജീവിക്കുന്നതും മരിക്കുന്നതും അവർക്ക് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2 കാവൽക്കാരുടെ മധ്യ കിടന്നുറങ്ങുമ്പോൾ ഈ 2 പേരും അറിയാതെ ഒരുത്തൻ വന്ന്, അദൃശ്യനായി ഒരുത്തൻ വന്ന് പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടി, എഴുന്നേക്ക് പത്രോസ്, എനിക്ക് തോന്നുന്നത് കയ്യെ ചൊറിഞ്ഞാൽ അങ്ങേരെ അറിയേല, കാര്യം പകൽ മുഴുവനും തല്ലുകൊണ്ട് വല്ലാതെ കിടക്ക, തട്ട് കിട്ടിയെങ്കിലേ ഇങ്ങനെ എഴുന്നേക്കുള്ളൂ, കാര്യം അതുപോലെ തളർന്ന് കിടക്കയാ. ഇന്ന് പകൽ തളർന്ന് കിടക്കുന്ന ചിലർ തട്ടി എഴുന്നേൽപ്പിക്കുന്ന ദൂതന്മാർക്കായി സ്തോത്രം.
സന്തോഷമായി കിടന്നുറങ്ങുന്നതിനെ ചൊറിഞ്ഞാൽ മതി എഴുന്നേറ്റ് വരും, അല്ലെങ്കിൽ ഒന്ന് തലോടിയാൽ മതി എഴുന്നേറ്റ് വരും. ചിലതിനെ തട്ടി ഉണർത്തിയേ മതിയാകൂ. കർത്താവേ, എന്നെ തട്ടി ഉണർത്തേണ്ടി വന്നാൽ വിലാപ്പുറത്ത് തട്ടുന്ന ദൂതന്മാരെ എനിക്ക് വേണ്ടി അയക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ദൂതന്മാർ കാരാഗ്രഹത്തിനകത്തേക്ക് ഇറങ്ങി വന്നു. ഇവിടത്തേണ്ട പത്രോസ് 2 കൈയിലും ചങ്ങലയാണ്, 2 കാലുകളും ആമത്തിനകത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. സൂക്ഷ്മതയോടെ കാവൽ കാത്തുകൊണ്ടിരിക്കുകയാണ്. ദൂതന്റെ വരവിനകത്ത് അന്തരീക്ഷം മാറി. പ്രൈസ് ദി ലോർഡ്. അന്തരീക്ഷം മാറി. കാവൽ കാത്തുകൊണ്ടിരുന്നതായ റോമൻ പടയാളികൾ മരിച്ചവരെ പോലെ നിൽക്കുകയാണ്. അനങ്ങാൻ കഴിയുന്നില്ല. ഇന്ന് പകൽ ദൈവജനത്തെ പീഡിപ്പിക്കേണ്ടതിന്, ഉപദ്രവിക്കേണ്ടതിന് വേണ്ടി നിൽക്കുന്ന ചിലതിനെ അന്ധരാക്കി മാറ്റിക്കൊണ്ട് ഉറങ്ങുന്നത് പോലെയാക്കി മാറ്റുവാൻ ഈ ദൂതന്മാരുടെ സാന്നിധ്യത്തിന് കഴിഞ്ഞു. ആമേൻ. ഇവരെപ്പോഴും കരയുന്ന കുഞ്ഞുങ്ങളെ ചിരിപ്പിക്കേണ്ടതിന് വേണ്ടി ചിരിച്ചോണ്ട് മുട്ടായിയുമായി ഇറങ്ങി വരുന്നവരല്ല, ചോക്ലേറ്റ് പീസും കൊണ്ട് വരുന്നവരല്ല. ഇന്ന് പകൽ കഷ്ടം അനുഭവിക്കുന്ന ദൈവവേദനയെ താങ്കളെ സഹായിക്കേണ്ടതിന് വേണ്ടി നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ നിദ്ര കൊള്ളിക്കുമാർ ഉമാറിയ ഇറങ്ങി വന്നവരാ ദൂതന്മാർ. പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി. പത്രോസ് ഞെട്ടി ഉണർന്നു. അദ്ദേഹം ദൂതനെ കണ്ടു. അവിടെ മിഴിച്ചു നിൽക്കുന്ന ഒരു കാവൽക്കാരൻ കണ്ടില്ല. പത്രോസ് ദൂതനെ കണ്ടു. ദൂതൻ പറഞ്ഞ്, എഴുന്നേരി പതുക്കെ പത്രോസേ. പക്ഷെ എൻ്റെ കൈ പൂട്ടിയിരിക്കുകയാണല്ലോ. അല്ലടാ നോക്കടാ. പത്രോസ് കൈയൊന്ന് അനക്കി കാണും. കൈ അനങ്ങുന്നു. ചങ്ങല തേണ്ട താഴെ കിടക്കുന്നു. ചങ്ങല വികാരങ്ങളുടെ മുമ്പിൽ അഴിയുന്നതല്ല, ചിന്തകളുടെ മുമ്പിൽ തകരുന്നതല്ല. ആരോ ദൂതൻ അഴിച്ചതാ. ഇറങ്ങിയ ദൂതനെ അഴിക്കേണ്ടത് അഴിച്ച്. ഹല്ലേലൂയ. അഴിക്കേണ്ടതിനെ അഴിച്ച്. ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂതൻ അഴിക്കേണ്ട ചങ്ങലകൾ അഴിച്ച ശേഷം, ആമേൻ, കാലുകൾ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുക. ആമം തകർത്ത ശേഷമാണ് പത്രോസിനെ തട്ടിയത്. എഴുന്നേരെ. ഇതിനകത്തിരിക്കുന്ന ചിലതിനെ ഇന്ന് പകൽ ആമം അഴിക്കട്ടെ. ഹല്ലേലൂയ. ചിലതിൻ്റെ ആമം അഴിക്കട്ടെ. ഇറക്കി വിട്ടാലും നടക്കാൻ വയ്യാതെ വേണം. ചിലതിനെ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണെങ്കിൽ ദൂതന്മാരെ, ഈ ജനത്തിൻ്റെ ആമങ്ങൾ അഴിച്ചു മാറ്റ്. ഈ പാസ്റ്റർ വി എ തോമസ് ആത്മലോകത്തിൽ മലയാളക്കരയിൽ ജീവിച്ചിരുന്ന അപൂർവം ധന്യന്മാരിൽ ഒരുവനായിരുന്നു അദ്ദേഹം ആത്മീയത്തിൽ ഒത്തിരി നന്നായി പ്രസംഗിക്കുന്ന ഒരാളായിരുന്നു. ആളിൽ കുറിയവനായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹം ബാംഗ്ലൂരിൽ വരുമ്പോൾ ഏതാണ്ട് 1982 അദ്ദേഹം ബാംഗ്ലൂർ വന്നപ്പോൾ അദ്ദേഹത്തിനൊരു സ്വെറ്റർ കൊണ്ടുവരാഞ്ഞതുകൊണ്ട് സുനിലിൻ്റെ സ്വെറ്ററാണ് കൊടുത്തത്. അന്ന് അങ്ങേർക്ക് 10 വയസ്സുണ്ട്. 10 വയസ്സുള്ള സുനിലിൻ്റെ സ്വെറ്ററാണ് വി എ തോമസ് സാറിന് ഇടാൻ കൊടുത്തത്. കാര്യം സാറിൻ്റെ സ്വെറ്റർ ഇല്ലായിരുന്നു. സാറിന് അത്രയും വലിപ്പമേ ഉള്ളായിരുന്നു. സാറ് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ പറയാറുണ്ടായിരുന്നു, ദൂതന്മാർ ഇറങ്ങി വന്ന് കാര്യം ചെയ്യുന്നത്. തൻ്റെ പത്രോസിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു. പത്രോസിൻ്റെ കാല് ആമത്തിലിട്ട് പൂട്ടിയിരിക്കുക. ഈ പുള്ളിക്ക് നടക്കാനൊക്കത്തില്ല. വിളിച്ചുണർത്തിയിട്ട് യാതൊരു അർത്ഥവുമില്ല. ഉണർത്തുന്നതിന് മുന്നമേ ഇത് അഴിച്ചു വിടണം. അതുകൊണ്ട് കാല് ആമത്തിൽ നിന്ന് പുറത്തെടുത്തു. അദ്ദേഹം ഇതെൻ്റെ ആമമെന്ന് പറഞ്ഞാൽ എത്ര പേർക്കറിയാം? കേരളത്തിലെ ആമങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുതന്നെയായിരുന്നു റോമൻ ഗവൺമെൻറ്റിൻ്റെ ആമമെന്ന് പറയാൻ എനിക്കറിയത്തില്ല. പക്ഷെ കേരളത്തിൽ സാക്ഷാൽ ഈ മാനസിക രോഗികളെ പൂട്ടിയിടുന്ന ആമങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വലിയ മരത്തടി കൊണ്ടുവന്ന്, സാധാരണ ഒരു തെങ്ങിൻ്റെ ഒരു കഷണം കൊണ്ടുവന്ന്, അത് 2 സൈഡിലും നിലത്തേക്ക് കുറ്റിയടിച്ച് ഉറപ്പിച്ച് അതിൻ്റെ നടുക്ക് ഒരു കിഴുത്തയിട്ട് കാലുകൾ രണ്ടും ആ കിഴുത്തയ്ക്കകത്തൂടെ അകത്ത് കയറ്റി
അതിൻ്റെ നടുക്ക് ഒരാപ്പടിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ കാല് പുറത്തോട്ട് ഊരിയെടുക്കാൻ ഒക്കത്തില്ല. ഈ ആളിനെ തിരിച്ചഴിച്ചു വിടണമെങ്കിൽ ഈ ആപ്പഴിക്കണം. ആ പഴിച്ച ശേഷം കാലിന് കേടുകൂടാതെ പതുക്കെ പുറകോട്ടെടുക്കണം. കാല് അധികമിട്ട് വലിച്ചാൽ ആ കാലിൽ ഈ തെങ്ങിൻ്റെ ആര് കൊണ്ടു കയറും. അതുകൊണ്ട് അധികം മെനക്കെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ തെങ്ങ് കൊണ്ട് ആമമുണ്ടാക്കുന്നത്. രണ്ട് ദൂതന്മാർ ഇറങ്ങി വരുമ്പോൾ പത്രോസ് ആമത്തിൽ കിടക്കുക. പത്രോസേ, എന്തിനാണ് ഈ ആമം ഒഴിക്കേണ്ടതായി വന്നത്? യേശുവിൻ്റെ നാമം ഉയർത്തിയത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ പത്രോസേ, താങ്കളെ ഇപ്പോൾ അഴിച്ചു വിട്ടിട്ട് അർത്ഥമില്ല. കാര്യം ആമം ഇവിടെ ഇരിക്കുന്നിടത്തോളം. അതുകൊണ്ട് ദൂതന്മാർ ആദ്യം ഒരു കാര്യം ചെയ്തു, ഈ ആമം അങ്ങ് അഴിച്ചു. വി.എ. തോമസ് സാറ് ഉണ്ടായിരുന്ന കാലത്ത് പറയുന്ന ഒരു കഥയുണ്ട്. ചില പൊരുന്നക്കോഴികൾ, അത് കണ്ടിട്ടില്ലാത്തവർ ഒത്തിരി പേര് ഇതിനകത്ത് കാണും. കേരളത്തിൽ നിന്ന് വന്ന അപ്പച്ചന്മാരോട് ചോദിക്കണം, കോഴിക്കൊരെണ്ണം പനി വരും, അതിനെ പൊരുന്നെന്നാണ് വിളിക്കുന്നത്. കുറച്ച് നാൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ കമ്പൽസറി റെസ്റ്റ് എടുക്കാൻ വേണ്ടി ആ പുള്ളിക്കൊരു പനി വരും. ആ പനി വരുമ്പോൾ ഇവൻ പോയി ഒരിടത്ത് ഒളിച്ചിരിക്കും. ആ ഒളിച്ചിരിക്കുന്നിടത്ത് നിങ്ങൾ എന്നവനെ കണ്ടുപിടിച്ചിട്ട് ഉരുട്ടിയാൽ അവൻ ഓടുകയില്ല. അതിനെ ഓടിക്കണമെങ്കിൽ വേറെ ഒരു വേലയുണ്ട്. അതിന് ശബ്ദമൊക്കെ ഉണ്ടാക്കി ഓടിക്കാം, പേടിപ്പിച്ച് ഓടിപ്പിക്കാം. അതർവൈസ് ഇത് ഓടുകയില്ല. ഈ പൊരുന്ന ഇരിക്കുന്ന കോഴിയുടെ പൊരുന്ന മാറ്റുവാൻ വേണ്ടി അതിനെ വെളിയിൽ കൊണ്ടുവന്ന ഇരിപ്പിടത്തിൽ നിന്ന് ഇളക്കി വെളിയിൽ കൊണ്ടുവന്ന് കെട്ടിയിടും. ഒരു കയറ് കൊണ്ട് കാലേ കെട്ടി. ഇതൊരു പഴയ പതിവാണ്. ഒരു കയറ് കൊണ്ട് കാലേ കെട്ടി അവിടെ എങ്ങാണ് ഒരു വള്ളിയിൽ ചുരുട്ടിയിട്ടേക്കും. കുറച്ച് നേരം കഴിഞ്ഞ് നേരം വയ്യുമ്പോൾ ആരെങ്കിലും കുഞ്ഞുങ്ങൾ അടുത്ത് എന്ന്, അല്ലെങ്കിൽ അമ്മച്ചിമാർ അല്ലെ അപ്പച്ചന്മാർ അടുത്ത് എന്ന് ഈ പൊരുന്നക്കോഴിയുടെ കാലേന്ന് കെട്ടഴിച്ചാലും ഈ പുള്ളി പോകുകയില്ല. അതറിയാമോ? കെട്ടഴിഞ്ഞ് പോരോ അതിനറിയത്തില്ല. ഈ പൊരുന്നക്കോഴി അവിടുന്ന് ഓടിച്ചു വിടണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ അതിൻ്റെ അടുക്ക ചെന്ന് ഷൂ ഷൂ എന്നും പറഞ്ഞൊന്ന് ഓടിച്ചു കൊടുക്കണം. ആ ശബ്ദം കേൾക്കുമ്പോൾ അതിന് മനസ്സിലാകും എന്നെ അഴിച്ചു വിട്ട് കഴിഞ്ഞു എന്ന്. എന്നിട്ട് മാത്രമേ പൊരുന്നക്കോഴി മുന്നോട്ട് പോകത്തുള്ളൂ. ഇറ്റ്സ് ഓക്കെ, പൊരുന്നക്കോഴി മുന്നോട്ട് പോകത്തുള്ളൂ. പാസ്റ്റർ വി.എ. തോമസ് പ്രസംഗിക്കുമ്പോൾ പറയുമായിരുന്നു, സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങൾ ഈ പലതിനെയും പാപത്തിൻ്റെ കെട്ട് സ്വർഗത്തിലെ ദൈവം അഴിച്ചതാ. പൊരുന്നക്കോഴി ഇരിക്കുന്ന പോലെ ഇരിക്കാതെ നിങ്ങളൊന്ന് ഓടേണ്ടതിന് വേണ്ടി അതിൻ്റെ മുമ്പിൽ ഷൂ ഷൂ എന്നൊരു ശബ്ദം ഉണ്ടാക്കുന്ന ആ ശബ്ദമാണ് എം.എ. വർഗീസ് വെക്കുന്നത്. ചിലരെ കൂടെ അഴിച്ചു വിട്ടിരിക്കുക പൊക്കോളാൻ. പാരമ്പര്യങ്ങളുടെ പടുകൂറ്റിൽ കെട്ടിയിട്ടിരിക്കുന്ന ചിലതിനെ, പാപത്തിൻ്റെ ക്ഷേത്രയളവുകളിൽ കെട്ടിയിട്ടിരിക്കുന്ന ചിലതിനെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് അഴിച്ചു വിട്ടിട്ടുണ്ട്. പത്രോസിൻ്റെ കാരാഗ്രഹത്തിൽ ഇറങ്ങിയ ദൈവദൂതൻ, ആ വാക്ക് ദൈവാത്മാവ് പിന്നെയും സ്ട്രെസ് ചെയ്ത് പറയുന്നു. പത്രോസിൻ്റെ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന ദൈവദൂതൻ ചിലതിനെ അഴിച്ചു കഴിഞ്ഞു. ചിലതിനെ അഴിച്ചു കഴിഞ്ഞു. പത്രോസിൻ്റെ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വന്ന ദൂതൻ ഒന്ന് ആ കാലികളുടെ ആമങ്ങൾ തട്ടിക്കഴിഞ്ഞു. ഉറിയാന അബ്ദനി ബരാസിയാര ചിലതിൻ്റെ കാലിൽ നിന്ന് ആമത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു കഴിഞ്ഞു. ചിലതിൻ്റെ കയ്യിൽ നിന്ന് ചങ്ങലകൾ താനെ അഴിച്ചു കഴിഞ്ഞു. എന്നിട്ടാണ് പത്രോസിന് പുറത്ത് തട്ടിയത് പറഞ്ഞു, എഴുന്നേര്, ഇന്ന് മകൾ ഒരു തട്ടാകട്ടെ. ശിക്ഷണത്തിലൂടെ പോയാ, പരിധികളിലൂടെ പോയാ, സർക്കാർ വെച്ച പരിധികളിലൂടെ പോയാ, പിശാച് വരച്ച പരിധികൾക്കകത്ത് നിന്ന് ദൈവത്തിന്റെ ജനമേ എഴുന്നേര്, എഴുന്നേര്. ഇത് പറയേണ്ടതിന് ദൂതന്മാർ ഇറങ്ങി വരും. നിന്റെ പരിധികൾ അഴിഞ്ഞു. വി.എ. തോമസ് സാർ പറയാറുണ്ട്, സ്വർഗത്തിലെ ദൈവം കാൽവറിയിൽ നിന്റെ കെട്ടഴിച്ചു കുഞ്ഞെ, ഞാൻ പിന്നൊന്ന് ഷൂ ഷൂ വെച്ച് തരാം നിനക്കൊന്ന് ഓടാൻ വേണ്ടി മാത്രം. പത്രോസിൻ്റെ ചങ്ങല അഴിക്കുവാനും പൗലോസിൻ്റെ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുക്കുവാനും ഇറങ്ങിയവരാണ് ഈ ദൂതന്മാർ. അവർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളല്ല. സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ ദൂതന്മാരുടെ വേഷം അഭിനയിക്കുമ്പോൾ പലപ്പോഴും കണ്ടാൽ കൊള്ളാവുന്ന കൊച്ചു പെമ്പിള്ളേരെ കൊണ്ടുവന്ന്, കൊച്ചു പെൺകുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് 10 വയസ്സ് 8 വയസ്സ് അവർക്ക് എൻ്റെ ചിറകുമൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ ചിരിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് ആ ദൂതൻ്റെ ഷേപ്പ് നമ്മുടെ ഓർമ്മയിൽ. അത് തന്നെയല്ല, ക്രൂരമായ കാരാഗ്രഹത്തിൻ്റെ അകത്ത് കാലുകൾ രണ്ടും ആമത്തിലിട്ട് പൂട്ടി വലിയ 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 വാളും വില്ലും ധരിച്ച പടയാളികളുടെ നടുവിൽ നിന്ന് ചില പത്രോസുമാരെ പുറത്തെടുക്കുവാൻ രൂക്ഷഭാവമുള്ള ദൂതന്മാർ ഈ പകൽ ഇറങ്ങിയതിനായി സ്തോത്രം. ഇവർ നിങ്ങളെ ഉപദ്രവിക്കാനല്ല വന്നത്, എന്നെ ഉപദ്രവിക്കാനല്ല വന്നത്, ചർച്ചിനെ ഉപദ്രവിക്കാനല്ല വന്നത്. ഇതിനകത്ത് കെട്ടപ്പെട്ട ചിലതിനെ ഈ പകൽ അഴിച്ചുവിടാനാ. ആകയാൽ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെട്ട ചിലതിനോട് ഇറങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറയുവാൻ. പത്രം അതിനെയാ കാണിക്കുന്നത്. രണ്ട് ദൂതന്മാർ അവിടേക്ക് ഇറങ്ങി വന്നു.
അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് കയ്യിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു മാറി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ മൊത്തം കുലുങ്ങാൻ തുടങ്ങി. ഈ ദിവസങ്ങളിൽ ചില കാരാഗ്രഹങ്ങൾ കുരുങ്ങട്ടെ. എന്നെ പൂട്ടിയിട്ട നിങ്ങളെ പൂട്ടിയിട്ട, എന്നെ നിങ്ങളെ അടച്ചിട്ടതായ ചില കാരാഗ്രഹങ്ങളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുവാൻ. അടിസ്ഥാനം കുലുക്കുന്ന ദൂതന്മാരാ. ഇവർ ചിരിച്ചോണ്ട് നിൽക്കുന്നവരല്ല, ഇവർ രൂക്ഷഭാവമുള്ളവരാ. പ്രൈസ് ദി ലോർഡ്. ചങ്ങലധാരികൾ പുറത്തിറങ്ങുവാൻ വേണ്ടി അവർ വന്നെങ്കിലേ ഇത് അഴിയത്തുള്ളൂ. കൈയടിച്ചതിൻ്റെ മുമ്പിൽ ചങ്ങല പോകത്തില്ല, പാടിയതിൻ്റെ മുമ്പിൽ ചങ്ങല പോകത്തില്ല. ഇന്ന് പകൽ ഈ പാട്ടിനിടയിലൂടെ ദൂതന്മാരിറങ്ങട്ടെ, ഈ കയ്യടിയുടെ ഇടയിലൂടെ ദൂതന്മാരിറങ്ങട്ടെ. അവരിറങ്ങിയാൽ കാര്യം സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സാഹചര്യത്തിന് വേണ്ടി അടഞ്ഞ ഗർഭങ്ങൾ തുറക്കും. മക്കളില്ലാത്തവർക്ക് മക്കൾ ജനിക്കും. വരുമാനമില്ലാത്തവർക്ക് വരുമാനം ഉണ്ടാകും. ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങൾ ഫലം കായ്ക്കും. നന്മയില്ലാത്തവർക്ക് നന്മ ലഭിക്കും. ഇറങ്ങി വരുന്ന ദൂതന്മാരെ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി വരിക. ടേക്ക് യുവർ ചാർജ്, ടേക്ക് യുവർ ചാർജ്. ഇതൊന്നും ധാരണകൾ കൊണ്ട് സംഭവിക്കുന്നതല്ല. അവരുടെ കെട്ടഴിഞ്ഞു മാറി വരാം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യപ്രകാരം സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാ. അന്തരീക്ഷം മുഴുവനും പൈശാചിക ശക്തികളാൽ നിറഞ്ഞിരിക്കയാ. ലൂസിഫറും അവനോടുകൂടെ ആകെ സ്വർഗത്തിലുണ്ടായിരുന്ന ദൂതന്മാരിൽ 1/3 തകർന്നു വീണ അന്തരീക്ഷമാണിത്. ഈ അന്തരീക്ഷം പൈശാചിക ശക്തികളാൽ നിറഞ്ഞു കിടക്കുന്നതാണെന്ന് മറക്കരുത്. ഇതിനകത്തൂടെയാണ് നിങ്ങൾ നടക്കുന്നത്, ഞാൻ നടക്കുന്നത്, ദൈവകൃപയിൽ നടക്കുവാൻ. ചിലതിനെ കണ്ടാൽ സാത്താൻ ഭയക്കും. എൻ്റെ മേലൊരു മുദ്രയുണ്ട്, നിങ്ങളുടെ മേലൊരു മുദ്രയുണ്ട്. ഇത് കണ്ടാൽ സാത്താൻ ഭയക്കും. മറക്കല്ലേ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഇവിടെ പറഞ്ഞ ഒരു പദം എനിക്ക് ഓർമ്മയുണ്ട്. ന്യൂഡൽഹി എയർഫോഴ്സ് സ്റ്റേഷനിൽ ഞാനായിരുന്ന ഒരു കാലം, സമ്മയർ 70കളിൽ ന്യൂഡൽഹി എയർഫോഴ്സ് ക്യാമ്പിനകത്ത് ഞാൻ ഉണ്ടായിരുന്ന ഒരു സമയത്ത് പെൺകുട്ടികൾ ബാച്ചിലേഴ്സ് എയർമെൻ താമസിക്കുന്ന കോളനിയിലൂടെ പോകുന്ന പതിവില്ല. അഥവാ പോണമെന്നവർക്ക് തോന്നിയാൽ അങ്ങും ഇഞ്ഞും ആമ്പിള്ളേരൊക്കെ ഇരുന്ന് കൂക്ക് വിളിക്കുകയും അനാവശ്യം പറയുകയൊക്കെ ചെയ്യുന്ന പതിവായിരുന്നു. അന്നത്തെ എയർ ചീഫ് മാർഷൽക്ക്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ചീഫിന് ഇത് അറിവ് കിട്ടി. അദ്ദേഹം ഒരിക്കൽ തീരുമാനിച്ച് ഇവന്മാരെ പിടിക്കുകയെന്ന്. പോലീസിനോട് നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ അതുവഴി വരുന്നുണ്ട്, നിങ്ങൾ തയ്യാറായിരുന്നോളാൻ. അദ്ദേഹം ഒരു തീരത്താണ് ക്ലാസ് 4 എംപ്ലോയി ഇടുന്ന ഒരു ഓവറോൾ ഇട്ടു. അദ്ദേഹത്തിൻ്റെ 10-18 വയസ്സ് പ്രായമുള്ള മകളുമായി ആ ക്യാമ്പിനകത്തോടൊന്ന് നടന്നു. അദ്ദേഹം അതുവഴി നടക്കുമ്പോൾ അദ്ദേഹത്തിന് തൻ്റെ യൂണിഫോം അകത്തുണ്ട്, വിത്ത് കംപ്ലീറ്റ് റാങ്ക് ആൻഡ് എവറിതിങ് അകത്തുണ്ട്. അതിൻ്റെ പുറത്ത് ഒരു ക്ലാസ് 4 ലസ്കേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഓവറോൾ ഇട്ടു. അദ്ദേഹത്തിൻ്റെ അകത്തെ യൂണിഫോം കാണത്തില്ല, ഈ ഓവറോളെ കാണത്തുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ ആരോ ക്ലാസ് 4 ആണെന്നേ തോന്നുകയുള്ളൂ. തൻ്റെ സ്വന്തം മകളോട് കൂടെ ക്യാമ്പിനകത്തൂടെ കയറി. ആരണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ശബ്ദം ഉണ്ടാക്കി. അദ്ദേഹം ഇവിടെ എന്ന് പറഞ്ഞു, മനുഷ്യൻ ജീവിച്ചോട്ടെ, ഞാനും മനുഷ്യനല്ലേ, എൻ്റെ മോളല്ലേ, ഉപദ്രവിക്കാതെന്ന് പറഞ്ഞു. ആരണ്ടെല്ലാം കൂടെ അപ്പോഴത്തേക്ക് ശബ്ദം ബഹളം കൂടി അയോഗ്യമായ 2 പദങ്ങൾ പറഞ്ഞു. സാറിന് പിടികിട്ടി, സാർ ആരാന്ന് വെളിപ്പെടുത്താതെ ഒരു മാർഗവുമില്ല, അല്ലെ ഇവന്മാർ കയറി വന്ന് അറ്റാക്ക് ചെയ്യും. സാർ നിന്ന നിപ്പിൽ ഈ ഓവറോളിൻ്റെ ബട്ടൺ ഒന്ന് മാറ്റി വെച്ചു, ഇതൊന്ന് ഊരി തൻ്റെ റാങ്ക് മാത്രം പുറത്തോട്ട് കാണുകയും ഓടിക്കോടാൻ ആരാണ്ടൊരാൾ വിളിച്ചു. കൂട്ട നിലവിളിയോടെ ആളുകൾ ഓടുന്നത് കണ്ടു. അത് പറഞ്ഞു, മേലാൽ വഴക്കിന് വരരുത്. ദൈവപൈതലേ, ഇന്ന് പകൽ നിങ്ങളുടെ കൂടെ കുറേ ദൂതന്മാരുണ്ട്. നിങ്ങളുടെ കൂടെ ചില ദൂതന്മാരുണ്ട്. അവരാരാന്നൊന്ന് തുറന്നു കാണിക്കുവാൻ, ഇതിനകത്തിരിക്കുന്ന ദൈവപൈതലേ, നിങ്ങളാരാന്നൊന്ന് തുറന്നു കാണിക്കുവാൻ തയ്യാറാണെങ്കിൽ താണ്ട കാണുന്ന സകല ശക്തികളുമുണ്ടല്ലോ, അവ കീഴടങ്ങും. അന്തരീക്ഷം മുഴുവനും പൈശാചിക ശക്തികളാൽ നിറഞ്ഞവാണെങ്കിലും ഇതിലെ കടന്നു പോകുന്ന നിങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുദ്രയുള്ളതിനാൽ, അദ്ദേഹത്തിൻ്റെ മേലൊരു റാങ്ക് ഉണ്ടായിരുന്നതിനാൽ, ഗവൺമെൻറ് കൊടുത്ത ഒരു ചിഹ്നം ഉണ്ടായിരുന്നതിനാൽ, ഈ പകൽ ചിലതിനെ കൂടെ സ്വർഗത്തിലെ ദൈവം ചിഹ്നമണിയിച്ചു വിടുവാൻ, ആമേൻ, ചിലതിനെ കൂടെ ചിഹ്നമണിയിച്ചു വിടുവാൻ. എന്നെ കാണുന്ന പൈശാചിക ശക്തികൾ ഞെട്ടുമാറ് ചിലതെല്ലാം സംഭവിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം.
എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യപ്രകാരം ആകെ സൃഷ്ടിക്കപ്പെട്ടതിൽ 1/3 ദൂതന്മാർ ഒരൊറ്റ ദിവസം വെട്ടേറ്റ് വീണു. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച തൊട്ടതാണ്. ആദ്യ ഭൂമിയുടെ അന്തരീക്ഷം തണുത്തുറയുന്നതിന് മുന്നമേ അതൊരു ഗ്യാസ് പ്ലാനറ്റ് ആയിരുന്ന സാഹചര്യത്തിൽ വന്നു വീണ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ആകാശത്തിൽ യുദ്ധമുണ്ടായപ്പോൾ, സ്വർഗത്തിൽ യുദ്ധമുണ്ടായപ്പോൾ എനിക്കും ആരാധന വേണമെന്ന് പറഞ്ഞ് അന്ധകാര പ്രഭുവായ ശക്തി മുന്നേക്ക് വരുമ്പോൾ, ലൂസിഫർ മുൻപിലേക്ക് വരുമ്പോൾ, പ്രധാന ദൂതനായ മീഖായേൽ ഇറങ്ങി വെട്ടുകയും തൻ്റെ വെട്ടേറ്റ് മീഖായേലിൻ്റെ വെട്ടേറ്റ് ലൂസിഫർ തറയിലേക്ക് വീണു. അന്ന് ഈ ഭൂമി ഉറഞ്ഞിട്ടില്ല, തണുത്തിട്ടില്ല, അന്നിവിടെ മണ്ണില്ല, അന്നിതൊരു ഗ്യാസ് പ്ലാനറ്റാണ്. ആ ഗ്യാസ് പ്ലാനറ്റിനകത്തേക്ക് വന്നു വീണ ആ ദൂതന്മാരുടെ വീഴ്ചയുടെ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴുവനും മാറ്റലി കൊണ്ടെങ്കിൽ പിശാചേ ഓർത്തു, പണ്ടൊരിക്കൽ നിന്നെ വെട്ടിയ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇന്നുമുണ്ട്. ഇത് ഗ്യാസ് പ്ലാനറ്റ് അല്ല, ഇന്നതൊരു സോളിഡ് പ്ലാനറ്റാണ്. എൻ്റെ ദൈവമോ യഥാവാനാ, എൻ്റെ ദൈവമോ യഥാവാന. ദൈവസൈന്യത്തെ ദൈവ ജനത്തെ തടയുവാൻ വന്ന സകലതിനെയും വീഴിക്കുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ ആത്മയുദ്ധം തുടരുകയാ. അന്ന് മുതൽ ഇന്ന് വരെ ആത്മയുദ്ധം തുടരുന്നതാണ്. ആ യുദ്ധം അതിനിയും തുടർന്നുകൊണ്ടേയിരിക്കും. എനിക്കും നിങ്ങൾക്കും അതിലൊരു പങ്കുണ്ട്. ആദ്യത്തെ മനുഷ്യനായ ആദം ആദ്യത്തെ ശ്വാസം വലിക്കുന്നതിന് മുന്നമേ, മൂക്കിലേക്ക് ജീവശ്വാസം ഊതപ്പെടുന്നതിന് മുൻപേ തന്നെ ആത്മയുദ്ധം അന്തരീക്ഷത്തിൽ ആരംഭിച്ചു കഴിഞ്ഞതാണ്. അത് തുടർന്നു കൊണ്ടുപോകുവാൻ നിയമിക്കപ്പെട്ട ബേഥേലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എയർഫോഴ്സിൽ ജോലി ചെയ്ത 10-18 വർഷം. യുദ്ധവും യുദ്ധക്കളും കാണാൻ കർത്താവ് കൃപ ചെയ്തു. അത് ദൈവത്തിൻ്റെ കരുണ. ഞാൻ ഓർക്കുന്നുണ്ട്, അവധിക്കൊക്കെ നാട്ടിൽ ചെല്ലുമ്പോൾ മലയാള മനോരമ പത്രത്തിനകത്ത് ചില വിവരങ്ങളൊക്കെ കാണും. അത് സത്യത്തിൽ നിന്ന് ഒത്തിരി വിഭിന്നമായിരിക്കും. അതൊക്കെ വായിച്ചുകൊണ്ട് ആളുകൾ കവലയിലൊക്കെ ഇരുന്ന് ഭയങ്കര ഓടിയിടാം, അത്ര പേര് ഓടിയിടാം, ഇത്ര പേരെ ഇടിച്ചിടാം, അത്രയും പേരെ കൊന്നിടാം എന്നൊക്കെ പറഞ്ഞ് അവരവിടുന്ന് പത്രം വായിച്ചേച്ച് ഉച്ചയൂണും കഴിഞ്ഞ് പണിയൊന്നും ഇല്ലാത്തവൻ വീട്ടിലിരുന്നും വൈകുന്നേരത്ത് ജോലിയില്ലാത്തവൻ കവലയ്ക്കിരുന്നും കമൻ്റ് അടിക്കുന്നത് പോലെയല്ല ഒരു പട്ടാള കമാൻഡറുടെ ഇവാലുവേഷൻ. പിശാചിനെക്കുറിച്ച് അവിടെയും ഇവിടെയും അതും ഇതും ആളുകൾ വിളിച്ചു പറയുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ദൈവപൈതൽ പറയുന്നത് വേറൊന്നാ. ഒരുത്തൻ എന്നോട് ഏറ്റുമുട്ടിയതാ, ഒരുത്തൻ എൻ്റെ നേരെ വന്നതാ, എൻ്റെ ഫൈനാൻസിന് നേരെ ഒരു ശക്തി അടിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവനെ ശാസിച്ചു. അവർ തീ പോലെ, കത്തുന്ന തീ പോലെ എന്നോട് അടുത്ത് വന്നു. തേനീച്ച പോലെ ഞാൻ അവരെ പറപ്പിച്ചു. അവരെന്നോട് യുദ്ധത്തിന് വന്നു. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാളെന്ന് ഒരൊറ്റ വാക്കിൽ ഞാൻ ആർത്തു വിളിച്ചപ്പോൾ ശത്രുക്കൾ കീഴടങ്ങി. ജയമെടുക്കുന്ന വാരിയേഴ്സ്, ഇന്ന് അവരെ വാരിയേഴ്സ് എന്ന് വിളിക്കാവുന്നതാണ്. അതെ, മൂക്കിൽ ശ്വാസമുള്ള ഏതു മനുഷ്യനും ദൈവത്തിൻ്റെ പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ദൈവം അവരുടെ രൂപം മാറ്റും. മറക്കരുത്. നീ ദൈവഭാവം നടിച്ച് നീ ദാനിയേലിലും ജ്ഞാനിയല്ലോ, നീ അറിയാതെ വണ്ണം മറച്ചു വെക്കുന്നത് ഒരു രഹസ്യവുമില്ല. നിനക്ക് സകലതും അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തു വരുന്ന പിശാചെ നിനക്കറിയാം, സത്യമാ. പക്ഷേ നിൻ്റെ അറിവിനെ അതിജീവിക്കുന്ന ഒരു ആത്മശക്തി ദൈവം സഭയ്ക്ക് തന്നതിനാൽ ഇന്ന് പകല ബലമുള്ള ദൈവ പൈതൽ പറയാം, എനിക്കെതിരെ നിൽക്കുവാൻ ഒരു ശക്തിക്കും അനുവാദമില്ല. നമ്മുടെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, അവ ആത്മീകമാണ്. ആയുധങ്ങളും യുദ്ധങ്ങൾ ജഡീകങ്ങളല്ല, ആത്മീകങ്ങളാണ്. ആകയാൽ നമ്മുടെ ആയുധങ്ങളും ആത്മീകങ്ങൾ തന്നെയാണ്. രഹസ്യമായി നമ്മെ തോൽപ്പിക്കുന്നത് മുതൽ കഴിയുമെങ്കിൽ വൃതന്മാരെയും വരെ വീഴ്ച കളയുവാൻ അലറുന്ന സിംഹം എന്ന വണ്ണം അവൻ പലപ്പോഴും നമ്മോട് അടുത്തു വരാറുണ്ട്. നമ്മെ നിരാശരാക്കുവാൻ പിശാചിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇതാണ്. ആത്മീയരായ നമ്മെ നിരാശരാക്കുവാൻ, നമ്മെ കുറ്റബോധം വരുത്തി സ്ഥിരം കുറ്റക്കാരനാണെന്ന് സ്വയം തോന്നിപ്പിച്ച് സാത്താനെ ശാസിക്കുവാനുള്ള കഴിവുകൾ നമ്മിൽ നിന്ന് നശിപ്പിക്കുന്നതിന് അവൻ്റെ അതവൻ്റെ ഒരു തന്ത്രമാണ്. അതേസമയം അധികാരമില്ലാത്തവനെ മുൻപോട്ട് തള്ളി ആത്മയുദ്ധത്തിൻ്റെ ഉന്നത പടികളിൽ കയറ്റുമെന്ന് തോന്നിച്ച് തകർത്ത് കളയുന്നതും അവൻ്റെ മറ്റൊരു പദ്ധതിയാണ്. 2 പ്രധാന പങ്ക്. 1, യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വരിക. എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്, കർത്താവ് തന്നിട്ടുണ്ട്. അവനോടൊരു 1000 നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയല്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, 1 വർഷം മുമ്പേ നീ ഇന്ന പാപം ചെയ്തതല്ലേ? ചെയ്തതാ. എൻ്റെ സ്വന്തം മനസാക്ഷി എന്ന് പറയുമ്പോൾ എനിക്ക് അംഗീകരിക്കാതിരിക്കാനൊക്കത്തില്ല. 5 കൊല്ലം മുമ്പേ നീ നിൻ്റെ അപ്പനുമായി പ്രശ്നമുണ്ടാക്കിയ കാലം ഓർമ്മയുണ്ടോടാ? ഉണ്ട്. നിന്നെ ഭൂമിയിൽ എന്തിനു കൊള്ളാം? എൻ്റെ കയ്യിൽ തിളങ്ങുന്ന ആയുധങ്ങളുണ്ട്. യുദ്ധം ചെയ്യുവാൻ ആവശ്യമുള്ള സാങ്കേതിക വിദ്യകളുണ്ട്.
ആവശ്യമുള്ള ബലവും ആരോഗ്യവുമുണ്ട്. പക്ഷെ മാനസികമായി തകർക്കുവാൻ പഴയകാല പാപങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട്, പഴയകാല ചരിത്രങ്ങൾ എടുത്തുകൊണ്ട് പല്ലിളിച്ച് നിങ്ങളെ നിന്ദിച്ച് കളയുവാൻ ഒരു കൂട്ടം ശക്തികൾ എഴുന്നേൽക്കുമ്പോൾ എന്നൊരു ദൈവവേദന പറയാമോ? രക്തം കൊണ്ടത് കവർ ചെയ്തതാ. യേശുവിൻ്റെ രക്തം കൊണ്ടത് കവർ ചെയ്തതാ. ഞാൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് എൻ്റെ കുറവുകൾ ഏറ്റുപറഞ്ഞ മാത്രയിൽ എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ എന്നെ ശക്തീകരിച്ചവനാണ്. അത് ക്ഷമിച്ചു കഴിഞ്ഞതാ, അത് ക്ഷമിച്ചു കഴിഞ്ഞതാ. ആ കുറവുകൾ എൻ്റെ കർത്താവ് ക്ഷമിച്ചു കഴിഞ്ഞതാ. രണ്ടാമതൊന്ന്, ഒരു കഴിവുമില്ലാതെ യുദ്ധത്തിൻ്റെ ആയുധം ദൈവത്തെങ്കിൽ നിന്ന് വാങ്ങാതെ നിൽക്കുന്നവനെ പോയി യുദ്ധം ചെയ്യടാന്ന് പറഞ്ഞ് മുന്നോട്ട് തള്ളിവിടുന്ന ഒന്നുണ്ട്. അവൻ ശത്രുവിൻ്റെ വെട്ടുകൊണ്ടിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് രീതികളിലും സത്യത്തിൽ നിന്ന് അകറ്റി നിർത്തി കളയുന്ന ശത്രുവിൻ്റെ ശക്തികൾക്കെതിരെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ, ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ആകയാൽ പിശാചിൻ്റെ കണ്ണുകളിൽ അകപ്പെടാതെ നമുക്ക് ഓരോ ദിവസവും ജീവിതം തുടരാം. എഫെസ് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഫസ്റ്റ് എയ്ഡ് പോലെ ആദ്യത്തെ ചില ആയുധങ്ങൾ കാണാം. നമ്മെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ചില ആയുധങ്ങളാണ്. ഇത് ആയുധപ്പുരയല്ല, ഇത് വളരെ നിസ്സാരമായ ചെറുതാണ്. എഫെസ് 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. ഇന്ന് സർവായുധവർഗം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. പിശാചിനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചേച്ച് യേശുവിൻ്റെ കാൽവറി സാധിച്ചത് അതാണ്. ക്രൂശിൽ ജയത്തിൻ്റെ ഉത്സവം കൊണ്ടാടി പിശാചിനെ കൊണ്ട് ആയുധവർഗം താഴെ വെപ്പിച്ചു. എന്നിട്ട് ഇതിനകത്തിരിക്കുന്ന രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട യേശുവിൻ്റെ കൽപ്പന പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ച, ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച, ദൈവിക വേർപാടിൽ നിൽക്കുന്ന, ദൈവിക വിശുദ്ധിയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലേ, നിങ്ങളോട് ദൈവത്തിന് പറവാനുള്ളത് ഞാൻ തികച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് അവൻ്റെ പിടിച്ചു പറിക്കാം. ദൈവത്തിൻ്റെ സർവായുധവർഗം നിങ്ങൾ എടുക്കുക. അവനെക്കൊണ്ട് ഞാൻ കാൽവറിയിൽ ആയുധം താഴെ വെപ്പിച്ചു, നിങ്ങളെ ഞാൻ ആയുധം ധരിപ്പിക്കുക. ഈ ആയുധവർഗം ഒന്ന് ഏറ്റെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. അതിൽ ഒന്നാമത്തേത് 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും കൊണ്ടിരിക്കണം. സത്യമാണ് അരക്കെട്ട് എന്നാണ് ഒന്നാമത് പറയുന്നത്. മറക്കരുത്, യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് പറഞ്ഞ് യേശുവാണ് വഴി, താനാണ് സത്യം. ആ സത്യം നമ്മുടെ അരയ്ക്ക് കിട്ടുവാനാണ് ആവശ്യപ്പെട്ടത്. ഒരു റോമൻ പടയാളി ഇതര ആയുധങ്ങൾ ഓരോന്നും അരക്കെട്ടിനെ ആശ്രയിച്ചാണ്, ഈ അരക്കെട്ടിന്മേലാണ് തൂക്കിയിട്ടിരിക്കുന്നത്. എനിക്കും പട്ടാള ജീവിതത്തിൽ ഒരു അരക്കെട്ടുണ്ടായിരുന്നു. എൻ്റെ ബെൽറ്റ് വെള്ളയായിരുന്നു നിറം. ഇത് നിറം നിൽക്കട്ടെ, പല നിറത്തിലും വർണ്ണിക്കാം. ഈ അരക്കെട്ടുമായി ബന്ധപ്പെട്ടാണ് യൂണിഫോം മൊത്തം. ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ അടിവശം ഈ ബെൽറ്റിൻ്റെ അടിയിൽ പോവും, അത് ബലപ്പെടും. ഇട്ടിരിക്കുന്ന പാൻറ്റിൻ്റെ മുകൾ വശം ഈ ബെൽറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടത്. ഒരു റോമൻ പടയാളിക്ക് അവൻ്റെ വാള് തൂക്കുന്നത് ഇതേല സത്യം എന്ന അരക്കെട്ടിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇത് പോളിഷ് ചെയ്ത് മിനുക്കി കൊണ്ടു നടക്കണമെന്നാണ് ഞങ്ങളുടെ റൂള്. പക്ഷേ ആത്മലോകത്തിൽ പോളിഷ് ചെയ്ത് കാണിക്കുവാൻ മാത്രമല്ല, വേണം, അങ്ങനെ തന്നെ വേണം. അതിനപ്പുറത്ത് ഇതിനൊരു ഉദ്ദേശമുള്ളതാണ്. അരമുറുക്കപ്പെട്ടവർക്കായി സ്തോത്രം, അരമുറുക്കപ്പെട്ടവർക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽ അരയും തലയും മുറുക്കി രംഗത്ത് വരാം. നിങ്ങൾക്കെതിരെ ഒരു ശത്രുവുണ്ട്, അവൻ്റെ മേൽ ജയത്തിൻ്റെ ഘോഷം മുഴക്കുവാൻ. പിശാചെ ഞാൻ അരമുറുക്കിയത് മറ്റൊരെന്നെ കാണിച്ചിട്ട് ഡ്രസ്സിങ് നന്നായിരിക്കുന്നുവെന്ന് പറയിപ്പിക്കാൻ മാത്രമല്ല, നിശ്ചയമായും അതുണ്ട്. അതിന് മാത്രമല്ല, പകരം നിന്നെ തകർക്കുവാൻ ആവശ്യമുള്ള ബലം എനിക്ക് തരുവാൻ ഈ ആയുധത്തിന് കഴിയും. അതുകൊണ്ടാണ് ഈ ബെൽറ്റാണ് ഉപയോഗിക്കുന്നത്. അരക്കെട്ടി ബെൽറ്റ് പോളിഷ് ചെയ്ത് കാണിക്കേണ്ടതിനല്ല, വസ്ത്രത്തിൻ്റെ മേൽ മോടി വരുത്തി കാണിക്കുവാൻ വേണ്ടിയല്ല. ഒരു പാട്ടുണ്ട് മലയാളത്തിൽ, എവിടേക്കോ അത് പാടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഒത്തിട്ടില്ല. എനിക്ക് ഏറെക്കുറെ 13-14 വയസ്സുള്ള സമയത്ത്, 14 തികഞ്ഞ് കാണത്തില്ല, 12-13 വയസ്സുള്ള സമയത്ത് ഞങ്ങളുടെ അടുക്കലുള്ള ഒരു ഗ്രാമത്തിൽ, ഒരു മലമ്പ്രദേശത്ത്
ഒരു പെന്തക്കോസ്തുകാരൻ, അന്നത്തെ ഭാഷയിൽ അദ്ദേഹത്തെ താണവർഗത്തിൽപ്പെട്ടവനെന്ന് വിളിച്ചിരുന്ന ഒരു പെന്തക്കോസ്തുകാരൻ കെ വി പീറ്റർ വരുമായിരുന്നു. കെ വി പീറ്റർ വന്ന് അദ്ദേഹം ഒരു ഉപവാസ പ്രാർത്ഥന നടത്തി 40 ദിവസം. അദ്ദേഹം നടത്തുന്ന ഉപവാസ പ്രാർത്ഥനയുടെ ദിവസങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ആത്മശക്തി എന്നറിയാമോ, ആ ദേശത്ത് മുഴുവനും വ്യാപരിക്കുന്ന ആത്മശക്തി വലുതാണ്. അദ്ദേഹം പാടിയ ഒരു പാട്ടാണ് എൻ്റെ ഓർമ്മ. അനേകരുടെ കാഴ്ചപ്പാട് തെറ്റിയെങ്കിലും വസ്ത്രത്തിന്മേൽ മേനി വരുത്തി പുസ്തകമേന്തി നടപ്പു പലരും അദ്ദേഹം പാടിയ പാട്ടാ. അദ്ദേഹം പാടിയ പാട്ട് ഇന്നും എൻ്റെ ഹൃദയത്തിൽ മാറ്റലി കൊള്ളുന്നുണ്ട്. ആയുധമില്ലാതെ അടരിൽ തോറ്റു, ജനലക്ഷങ്ങളുടെ മുമ്പിൽ നീ ആയുധം ഉള്ളവനെന്ന് പറഞ്ഞു. ഇല്ല, നീ ജീവിതത്തിൽ ബലപ്പെടുത്തുന്ന പലതും ജീവിതത്തിൽ നിന്ന് നഷ്ടമായി. വേദപുസ്തകം കയ്യിലെടുത്ത് വസ്ത്രത്തിൻ്റെ മേൽ മേനി വരുത്തി പുസ്തകമേന്തി പലരും നടക്കുമ്പോൾ കെ വി പീറ്റർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പൈശാചിക ശക്തികൾ അലറുമായിരുന്നു. പീറ്ററെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ ഒരു മനുഷ്യൻ, അദ്ദേഹം അവിടെ ഒത്തിരി ഭൂമിയുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ പീറ്റർക്ക് ഇരുന്ന് ഉപവസിക്കാൻ, പീറ്ററും അദ്ദേഹത്തോട് ചേർന്ന് കുറേ ആളുകളും ഉപവസിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം കൊടുത്തു. 40 ദിവസം ഉപവാസമാണെന്ന് പീറ്റർ പറഞ്ഞിരുന്നത് കൊണ്ട് ഒരു കൊച്ചു കൂടാരം അടിക്കുവാൻ അതിനാവശ്യമുള്ള ഓലക്കൂടാരമാണ്, ഓലയും മറ്റ് സാധനങ്ങളും കൊടുത്തു. ഈ കൊടുത്തയാളിൻ്റെ പള്ളിയിലെ അച്ഛൻ പ്രമാണി വന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചു, നീ എന്താ കാണിച്ചതെന്ന് ചോദിച്ചു. പള്ളി പറഞ്ഞ, അച്ചു 2 കാര്യം. ഒന്നാമത്തേത്, എൻ്റെ ഈ പുരയിടത്തിൽ നിന്ന് ഒരു മാസം എങ്ങനെയായാലും ഒരു 3000 നാളികേരം തേങ്ങ മോഷണം പോവും. അച്ഛന് കാവലിരിക്കാമോ? ഇവനിവിടെ കാവല ഒരു മാസം, എൻ്റെ 3000 തേങ്ങ. 2, ഈ നാട്ടിൽ പല വീടുകളിൽ നിന്നും ഭൂതങ്ങൾ അലറിക്കൊണ്ട് പോയി. ഇവനെങ്ങും പോയതൊന്നുമല്ല, ഇവനെ ചെന്ന വീടുകളിൽ കയറ്റത്തില്ല. നിങ്ങൾ ചിലടി ശക്തി ഒന്ന് ഏറ്റെടുക്കുക സഹോദരന്മാരെ, ഒന്ന് സമർപ്പിക്കപ്പെടെ. ഇവൻ ഇവിടെ ഇരുന്ന് പാട്ടുപാടുന്ന ശബ്ദം കേട്ടാൽ ചില ഭൂതങ്ങൾ അലറി ഓടുക. അച്ഛൻ ഒരെണ്ണത്തെ ഒന്ന് ഓടിക്കാവോ? അടുത്ത ദിവസം അച്ഛൻ അവിടെ ചെന്ന് പറഞ്ഞു, ഇനിയും നിൻ്റെ പുരയിടത്തിനകത്ത് അവർ തുടരുന്നതായി കണ്ടാൽ നിന്നെ പള്ളിയിൽ നിന്ന് മുടക്കും. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ്റെ അരക്കെട്ടഴിച്ച് ഇതിൻ്റെ നടുക്കോട്ട് തൂക്കി വെക്ക്, ഒരു ഭൂതം ഇളകുമോ എന്നൊന്ന് നോക്കാൻ വെച്ചോ. അച്ഛൻ അതുവഴി പോയതാ, പിന്നെ മുടക്കാൻ പോയതായിട്ട് എനിക്ക് അറിവില്ല. ഇന്ന് പകൽ ഉപവസിക്കുന്ന ചിലർ ഇതിനകത്തുണ്ടോ? പ്രാർത്ഥിക്കുന്ന ചിലരിവിടെ ഉണ്ടോ? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്, നിങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. സത്യമെന്ന അരക്കെട്ട് പ്രൈസ് ദി ലോർഡ്. അതേലാണ് സകലതും തൂക്കിയിടുന്നത്. അരക്കെട്ട് തന്നെ ഇങ്ങനെ ഒന്ന് കണ്ടു, സത്യമെന്ന ഒരു അരക്കെട്ട്. അതേലാണ് സകല ആയുധങ്ങളും തൂക്കിയിടുന്നത്. മറ്റു സകലതിനെയും സമ്മറൈസ് ചെയ്യുന്നത് അവിടെയാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ യേശുവിനോട് അവർ താതാത്മ്യപ്പെടുകയാണ് എന്നും മറക്കരുത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 17, 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല കർത്താവേ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ യേശുവിൻ്റെ അന്നത്തെ അപേക്ഷയുണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ ആ മഹാപുരോഹിത മധ്യസ്ഥ പ്രാർത്ഥനയുണ്ടല്ലോ, അത് എം.എ. വർഗീസിന് വേണ്ടിയും കൂടെ ആയിരുന്നു. ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവവചനത്തിന് വേണ്ടിയും ആയിരുന്നു. ഞാൻ വരുവാനുള്ളവർക്ക് വേണ്ടിയും അപേക്ഷിക്കുകയാണ്. എൻ്റെ സത്യത്താൽ അവരെ വീണ്ടെടുക്കണമേ. അവർ ലോകക്കാരല്ല, അവർ ലോകത്തോട് അനുരൂപമാകയില്ല, അവർ ദൈവത്തിനുള്ളവരാണ്. ഇന്ന് പകൽ ദൈവത്തിനുള്ളവരായി മാറുവാൻ ആ സത്യമെന്ന അരക്കെട്ട് നമുക്കുണ്ടായിരിക്കട്ടെ. സ്തോത്രം. ഇനിയും ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് യേശു പറഞ്ഞെങ്കിൽ ഭോഷ്ക് പറയുന്നവനായ ഒരു പിശാചുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8:44 അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. ഇവനും പറയും, ഞാനും അപ്പനാ, ഞാനും സത്യമാണ്. അവൻ സത്യത്തിൻ്റെ വേഷം കെട്ടും, സത്യത്തിൻ്റെ രൂപം ധരിക്കും. അവനെ ആരും അനുഗമിക്കരുതേ, അവർ പരാജയപ്പെടും. ഇന്ന് പകൽ യേശുവിനെ അനുഗമിപ്പാൻ തന്നിരിക്കുന്ന കൃപയ്ക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ഞാൻ ഇവിടെയോട്ട് നിർത്താൻ പോവാം. ഒരെണ്ണം കൂടെ തൊട്ടേച്ചാട്ട്, ഒരെണ്ണം കൂടെ. നീതി എന്ന കവചം ധരിക്കുക.
ഒന്നാമതായി കാവൽ കാക്കുന്നത്, ഈ കവചം കാവൽ കാക്കുന്നത് ഒന്നാമത്തേത് ഹൃദയത്തെയാണ്. ഞാൻ 2 ഭാഗങ്ങൾ തൊട്ടേച്ച് നിർത്തുകയാണ്. 2 മിനിറ്റ് 5 മിനിറ്റ് അടുത്ത് എനിക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ട്, വിടുതലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ട്. എൻ്റെ ഹൃദയത്തിനാണ് ആദ്യത്തെ കാവലാവശ്യം. സത്യത്തെ എൻ്റെ അരയ്ക്ക് കെട്ടി ക്രിസ്തുവിന് അനുഭാവമുള്ളവരായി അനുരൂപരായി മാറി സത്യമാകുന്ന ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടു. 2, എനിക്കൊരു കവചമുണ്ട്. റോമൻ ഗവൺമെൻറ്റിൻ്റെ കവചമാണ് ഞാൻ ഒന്നാമതായി കാണിച്ചിരിക്കുന്നത്. സാധാരണ കവചങ്ങൾ കവചങ്ങൾ പലതും ചെറുതായിരിക്കും. റോമൻ ഗവൺമെൻറ്റിൻ്റെ കവചം വലുതാണ്. അത് കഴുത്തു മുതൽ കാൽ മുട്ടുവരെ നീണ്ടുവരുന്നതാണ്. പ്രധാനപ്പെട്ട ഓർഗൻ ശരീരത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നതിനെ മുഴുവനെയും കവർ ചെയ്യുന്നതാണത്. ഒന്നാമതായി കവർ ചെയ്യുന്നത് ഹൃദയത്തെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമൻട്രിയിലൂടെ പോയപ്പോൾ ഹൃദയഭാഗത്തോടടുത്ത് ഡബിൾ ലെയറാണത്. എൻ്റെ ഹൃദയത്തിനകത്തെ ചിന്തകളും നിലവുകളുമാണ് പിശാചിൻ്റെ പ്രധാനമായ കളപ്പുര എന്ന് മറക്കരുത്. അതിനകത്തവൻ ഒന്നും ഇടരുത്. നീതി എന്ന കവചം ഒന്നാമതായി കാവൽ കാക്കുന്നത് ഹൃദയത്തിലാണ്, നെഞ്ചിനെയാണ്. അവിടെയാണ് ശത്രുവിൻ്റെ പ്രധാന ആയുധങ്ങൾ അവ ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്നത്. പല ആയുധങ്ങളും അവൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. റോമൻ പടയാളിയുടെ കവചം കഴുത്തു മുതൽ അരവരെ എത്തുന്നതാണ്, അരയ്ക്ക് താഴെ എത്തുന്നതാണ്. ശരീരത്തിലെ പ്രധാന എല്ലാ ഘടകങ്ങളെയും ഭാഗങ്ങളെയും അത് കാവൽ കാക്കുന്നു. സാധാരണ റോമൻ പടയാളിയുടെ കവചം തടി കൊണ്ടുണ്ടാക്കിയതും തോൽ കൊണ്ട് മൂടിയതും അത്രേ. തോൽ കൊണ്ട് മൂടിയ കവചം അവർ വെള്ളത്തിൽ മുക്കുകയും ആ തോൽ കുതിർന്ന രീതിയിൽ തന്നെ കയ്യിൽ പിടിക്കുകയും എടുത്ത് ധരിക്കുകയും ചെയ്യുന്നു. ശത്രുവിൻ്റെ തീയമ്പുകൾ വന്ന് തറയ്ക്കുമ്പോൾ അവ വേഗത്തിൽ കെട്ടുപോകേണ്ടതിന്, കവചത്തിൽ കേടുവരാതിരിക്കേണ്ടതിനും, പാളയം തീയിൽ നിന്നും വിടുവിക്കപ്പെടേണ്ടതിനും വെള്ളത്തിൽ കുതിർത്ത ഇത്തരം കവചങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അടിവശം ബെൽറ്റ് കൊണ്ടാണ് ശരീരത്തോട് ചേർത്ത് ബന്ധിക്കുന്നത്. ഹൃദയത്തിൻ്റെ ചിന്തകൾ മുതൽ ശരീരം മൊത്തം കവർ ചെയ്യുന്ന ഒരു കവചമുണ്ട്. ഇന്ന് പകൽ പെട്ടെന്ന് ഞാൻ ചേഞ്ച് ചെയ്യുക. ശരീരം മുഴുവനും ഹൃദയം മുതൽ ഏറെക്കുറെ തുട വരെ ശരീരം മുഴുവനും കവർ ചെയ്യുന്ന ഒന്നാണ് ഈ കവചം. ഹൃദ്രോഗമുള്ളവർ ഈ കവചം ഇതിൻ്റെ യഥാർത്ഥ അർത്ഥമല്ല, ഇതൊരു ആത്മീയ വ്യാഖ്യാനമാണ്. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനെ ഡൈവേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഹൃദ്രോഗമുള്ളവർ നിങ്ങളുടെ ഹൃദയത്തെ കവർ ചെയ്യുന്ന, ഇവിടെ ആത്മീയ അർത്ഥമാണ്. ഹൃദയത്തിലെ ചിന്തകൾ ദോഷമുള്ളതാ, അത് വരാതെ വണ്ണം സൂക്ഷിക്കുക. ഞാനതിൻ്റെ ഫിസിക്കൽ സൈഡിലേക്ക് മാറുക. ഹൃദ്രോഗികളായ ആളുകൾ, ലിവറിന് പ്രശ്നമുള്ളവർ, വയറിന് പ്രശ്നമുള്ളവർ, കിഡ്നികൾക്ക് പ്രശ്നമുള്ളവർ, ഒരാത്മീക കവചം എന്ന് നിങ്ങളുടെ മേൽ വരട്ടെ. ഒരാത്മീക കവചം യേശുവിൻ്റെ നാമത്തിൽ ഈ ശരീരത്തെ മുഴുവനും സൂക്ഷിക്കുവാൻ എൻ്റെ കർത്താവ് പറഞ്ഞ്, നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കണം, നിങ്ങൾ പോകുമ്പോൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കണം, നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കണം. രോഗം ഏതെന്നുള്ളത് വിഷയമല്ല, അത് ഹൃദയം മുതൽ കാലിൻ്റെ തുട വരെയുള്ള ഏതു ഭാഗത്തു നിന്നും അല്ല, ഇന്നത്തെ ആത്മീക ഭാഷയിൽ പാദം വരെയുള്ള ഏതു ഭാഗത്തു നിന്നുമുള്ള ത്വക്ക് രോഗങ്ങൾ, പണ്ടൊരിക്കൽ ഒടിഞ്ഞു പോയതും തിരിച്ചു മുറി കൂടിയിട്ടും ബലം കിട്ടാത്തതും ശരീരത്ത് ഭാരം വരുത്തുന്നതുമായ ആ അസ്ഥികളുടെ മാർഗങ്ങൾ വരെ, നരമ്പ് രോഗങ്ങൾ ഉൾപ്പെടെ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിട്ടുമാറുവാൻ ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരാത്മീയ കവചം, ഒരാത്മീയ കവചം, ഒരാത്മീയ കവചം, ഒരാത്മീയ കവചം, ഒരാത്മീയ കവചം, ഒരാത്മീയ കവചം ഇന്ന് മകൾ ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കട്ടെ.